സോൾട്ട് ആൻഡ് പെപ്പർ ബേസിക്കലി ഒരു ഫുഡ് ബേസ് ചെയ്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു സിനിമയല്ല. അപ്പോൾ നമ്മൾ ആദ്യം അതിനകത്ത് വെച്ചിരുന്നത് പിസ്സയാണ് വെച്ചിരുന്നത്. അപ്പോൾ ലിജോയാണ് പറഞ്ഞത് ദോശ പോലെ എന്തെങ്കിലും ആണെങ്കിൽ എന്നാൽ ലുക്ക് ലൈക്ക് പിസ്സ കുറച്ചും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊരു ടോട്ടലി ഒരു ഫുഡി പടമായി മാറി. പക്ഷേ സിനിമ കഴിഞ്ഞിട്ട് ആളുകൾ കണ്ടതിന് ശേഷം ആൾക്കാർ പറയുന്നത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശന്നിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി എന്നാണ്. അപ്പോൾ അതൊരു ഇമ്പാക്റ്റ് അതിനകത്ത് ഉണ്ടാക്കി. അന്ന് എനിക്ക് തോന്നുന്നു ശ്രീനിയേട്ടനായിരുന്നു ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത്. പിന്നീട് പുള്ളിക്ക് എന്തോ തിരക്കോ എന്തോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ ലാലേട്ടനിലോട്ട് എത്തി. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നെ വെച്ച് ചെയ്ത പടം ഓടത്തില്ല, നിങ്ങൾ മമ്മൂക്കാനെ പോയി കാണുന്നു. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉള്ള ഒരാളാണ്, പ്രായമായെന്നും സോൾട്ട് ആൻഡ് പെപ്പർ താടിയുള്ള ആളാണ്, കല്യാണം കഴിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരാൾ മമ്മൂക്കയാണെന്ന് പറഞ്ഞാൽ കേരള ജനത സമ്മതിക്കില്ല. മെയിൻ ലീഡ് കൊമേഡിയൻ ആയിരുന്നു സുരാജ് വെഞ്ഞാറും. അത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയത് ഒരു ഹനുമാൻ ഭക്തനായ എന്നാൽ ഫുഡിയായ ഒരു കുക്കായിട്ടൊരാളെന്ന് പറയുമ്പോൾ ബാബു ചേട്ടനിലോട്ട് അങ്ങനെ വന്നതാണ്. എന്നാൽ മസിൽ വേണം, നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പുള്ളി ഒരു ദിവസം കഥ കേൾക്കാൻ വേണ്ടി ഫ്ലാറ്റിൽ വന്നു. അപ്പോൾ അന്ന് വന്നപ്പോൾ തന്നെ പുള്ളി ഒരു ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പുള്ളി ആ റോളിലോട്ട് പുള്ളി തന്നെ കയറി അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ വേറൊരാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അതിനകത്ത് ചോദിക്കരുത് ഈ പോരുന്നോ എൻ്റെ കൂടെ എൻ്റെ കൂടെ അവിടെ ചെന്നപ്പോൾ പുള്ളിക്ക് ആ പെണ്ണിനോട് ചോദിക്കേണ്ട ഡയലോഗ് സ്കിൻ മാറ്റിയിടാന്ന് പറയും. നമ്മളൊരു ഓപ്പോസിറ്റ് സ്കിന്നിലോട്ട് ഇട്ട് നോക്കിയാൽ ചിലപ്പം അത് വർക്കായി കിട്ടും. അപ്പോൾ ഇയാളോട് ചോദിക്കണമെങ്കിൽ അതേപോലെ തന്നെ ഒരു റൊമാൻറ്റിക് ഡയലോഗ് ചോദിക്കണം. ആക്ച്വലി പൃഥ്വിരാജ് അതിനകത്ത് നായകനല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനിത് ഈ സിനിമ ഓടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു പക്ഷേ എനിക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു, നമുക്കിത് ചെയ്യാം. അങ്ങനെ പുള്ളി പറഞ്ഞ പോലെ 100% സംഭവിച്ചു. ആ സിനിമ ഓടിയില്ല. മായനദിക്ക് ഒരു സ്ക്രിപ്റ്റേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജനങ്ങൾ വിശ്വസിക്കും. എനിക്ക് തോന്നുന്നു മായാനദി തിയേറ്ററിൽ ഓടാത്ത പടം. ആളുകൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. തിയേറ്ററിൽ അത് അത്ര സക്സസ് അല്ലായിരുന്നു. പക്ഷെ അത് ഒരു ബോക്സ് ഓഫീസ് പരാജയമാണ്. അങ്ങനെ നോക്കിയാൽ റൈഫിൾ ക്ലബ്ബ് അങ്ങനെ ഒരു ഭീകര ബോക്സ് ഓഫീസ് ഹിറ്റ് ഒന്നും അല്ല. പക്ഷെ അത്യാവശ്യം പക്ഷെ ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് ബോക്സ് ഓഫീസ് പൊട്ടണം, അതാണ് ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞെട്ടിയ പടങ്ങളുണ്ട്. ലവ്ലി നന്നായിട്ടൊന്ന് ഞെട്ടി. അതെ, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ നമ്മളൊരു ഫുൾ സിനിമ കൺസീവ് ചെയ്ത് വെച്ചതുകൊണ്ട് ഒരു സിനിമ പ്രോജക്റ്റ് ആവണം നിർബന്ധമില്ല. ഒന്നാമത് ഇവിടുത്തെ സിസ്റ്റം വേറൊരു രീതിയിലാണ്. ഹോളിവുഡിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രൊഡക്ഷൻ ഹൗസിൽ നമ്മുടെ ബൈൻഡഡ് സ്ക്രിപ്റ്റ് കൊടുക്കാം. എന്നാൽ അത് അവർ ഷോക്കേസിൽ വെക്കുകയും അവർ പല ഡയറക്ടേഴ്സിനും ഇത് കാണിക്കും, തീരുമാനത്തിലെത്തുകയും അങ്ങനെയാണ് ഒരു പ്രോജക്റ്റ്. ഒരു പ്രൊഫഷണൽസ് ഉണ്ട്. എന്നാൽ ഇവിടെ തന്നെയുള്ള ഹിന്ദിയിലെ ഇൻഡസ്ട്രിയിൽ നേരെ തിരിച്ചാണ്. അവിടെ ഒരു റൈറ്റർ നടനും കൂടെയാണ് ഡയറക്ടർ തീരുമാനം. ചെന്നൈയിൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, അത് വേറൊരു സിസ്റ്റം. ഞാനെപ്പോഴും എല്ലാവരോടും പറയുന്നത് തീർച്ചയായിട്ടും ആൾക്കാരുടെ അവസരം ചോദിക്കണം. പ്രത്യേകിച്ച് ഒരു സിനിമ നടക്കുന്ന സമയത്തൊക്കെ ചോദിക്കണം. ഒരു തെറ്റുമില്ല, ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലെ മറന്നു പോകുന്നുള്ള ഉറപ്പാണ്. Cinema is emotion, cinema is memory, and sometimes cinema even tastes like food. Malayalam cinema gave us a beautiful film where food became love, conversations became poetry, and loneliness found companionship, salt and pepper. The storyteller behind that magic is a writer who understands human emotion deeply, Dileesh Nair. From the nostalgic journey of Idiki Gold to the poetic romance of Mayanadi to intense films like Rifle Club and many other, his storytelling reflects the evolving soul of Malayalam cinema. He has also been part of writing Rifle Club, produced films like Kappa and stepped into direction with Lovely. Today on Shine with Nalan, we explore cinema, creativity, success, failures and the journey of storytelling with Dileesh Nair. So welcome to our show. Welcome. കുറച്ച് നാളായിട്ട് കാണുന്നില്ലല്ലോ എങ്ങും. ഈ ലവ്ലിക്ക് ശേഷം പിന്നെ ചെറിയ എഴുത്ത് പരിപാടികളായിട്ട് ഇരിക്കുകയാണ് അല്ലേ? ആരാണ് താങ്കൾ? എവിടുന്ന് വന്നു? സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? ഞാൻ ബേസിക്കലി ഞാൻ തൊടുപുഴയാണ് വീട്. തൊടുപുഴ മണക്കാട് NSS എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ കോളേജ് തൊടുപുഴ തന്നെ, ന്യൂമാൻ കോളേജ്. സ്കൂൾ ലൈഫിലേ തുടങ്ങിയോ എഴുത്തിൻ്റെ പരിപാടിയൊക്കെ? ഇല്ല, ഞാൻ സ്കൂൾ ലൈഫിൽ എഴുതാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, ജസ്റ്റ് വരയ്ക്കുകയൊക്കെ ആയിരുന്നു. ആർട്ടിസ്റ്റ് കൊണ്ടാണ് വരയ്ക്കുമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷനിലോട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു അനിമേഷൻ ഇൻഡസ്ട്രിയിലായിരുന്നു, അവിടെ ടെക്നോ പാർക്ക്. ആരാണ് ഇതിൻ്റെ ബാക്കിൽ ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത്? ഫാമിലിയൊക്കെ സപ്പോർട്ടാണ്. അതെ, ചേട്ടനൊക്കെ പാടുമായിരുന്നു. അപ്പോൾ പുള്ളി അങ്ങനെ ഒരു മ്യൂസിക് ഏരിയയിലാണ്. വീട്ടുകാരൊക്കെ ഒരു ആർട്ടിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടൊക്കെ അവർക്ക് അത്ര സപ്പോർട്ടൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ പേര് കരുണാർ, അമ്മ മാലതി. അച്ഛൻ വരയ്ക്കുകയോ? അച്ഛൻ അത്യാവശ്യം വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അച്ഛൻ അവരും അധ്യാപനമായിരുന്നു. കാരിക്കേച്ചറായി. എപ്പോഴാണ് ഈ എഴുത്ത് ഡിസ്കവറി ഉണ്ടാവുന്നത്? എനിക്കങ്ങനെ എഴുത്തെന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫിലിംസ് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ഫിലിം സ്കൂളിൽ പോയി പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്.
അങ്ങനെ പഠിച്ചോ? ഇല്ല. അപ്പോൾ അതൊരു ആക്ച്വലി അതിനുശേഷം ഞാൻ ആഫ്റ്റർ കോളേജ് MNCയിൽ സെലക്ഷൻ കിട്ടി, ടൂൺസ് ആനിമേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഫിലിമിൻ്റെ ഒരു ബേസിക്കാണ് അനിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു ട്രെയിനിങ് കിട്ടി. അതിനുശേഷം അനിമേഷൻ ഫിലിംസ് ഉണ്ടാക്കുന്നതിൻ്റെ ട്രെയിനിങ്, ഒരു 2D അനിമേഷൻ ഫേമാണത്, അതിപ്പോഴും ഉണ്ട്. അതിന് ശേഷം അവിടെ ഒരു 1.5 വർഷം അവിടെ വർക്ക് ചെയ്തു. പിന്നീട് ഞാൻ ഹൈദരാബാദിൽ വേറെ സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു 3-4 വർഷം അനിമേഷൻ ഇൻഡസ്ട്രിയിലായിരുന്നു. പക്ഷേ അത് ബേസിക്കലി ഫിലിം സ്കൂൾ പോലെ തന്നെയാണ്. നമ്മൾ 24 ഡ്രോയിങ്സ് നമ്മൾ ബൈ ഹാൻഡ് വരയ്ക്കണമെന്നേ ഉള്ളൂ. മറ്റേത് നമ്മൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് 24 ഫ്രെയിംസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഷൂട്ട് ചെയ്യാം. ഇത് ആ 24 ഫ്രെയിം നമ്മൾ വരച്ചുണ്ടാക്കണം. അപ്പോൾ അതൊരു ചലഞ്ചാണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ എല്ലാ ഏരിയയിലും അതിൻ്റെ ഒരു ധാരണ കിട്ടും. ഒരു എങ്ങനെയാണ് ഒരു ഫിലിം ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും ബേസിക് മുതൽ ഒരു അനിമേഷൻ സ്കൂളിൽ പോയാൽ നമുക്ക് കിട്ടും. പുറം രാജ്യങ്ങളിലൊക്കെ എപ്പോഴും ബേസിക്കലി സ്കെച്ചിങ് പഠിപ്പിച്ചതിന് ശേഷമാണ് ഫിലിം അനിമേഷൻ പഠിപ്പിക്കും. ശരി. അതിനുശേഷമാണ് ശരിക്കും നമ്മളിവിടെ കാണുന്ന ഫിലിം കോഴ്സുകളിലേക്കൊക്കെ അവരെത്തുക. ഒരു 5 ഇയർ കോഴ്സിൽ ആദ്യമൊക്കെ സ്കെച്ചിങ് മാത്രം പഠിപ്പിക്കും. പ്രത്യേകിച്ചൊന്നും സിനിമ കാണാം എന്നല്ലാതെ അവിടെയുള്ള കരിക്കുലത്തിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഏകദേശം അതുപോലൊരു ഒരു രീതിയിൽ ആലോചിച്ചാൽ അതുപോലൊരു കരിക്കുലം അതിൻ്റെ അകത്ത് കിട്ടി. പക്ഷേ അങ്ങനെ ആ സ്കിൽ എവിടെയെങ്കിലും ഒരു പ്രൊഫഷണൽ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? പ്രൊഫഷണൽ രീതിയിൽ ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ചെയ്തിട്ടുള്ള സിനിമ ലവ്ലി എന്ന് പറഞ്ഞ സിനിമ വരുമ്പോഴും അതിനകത്തേക്ക് ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഈ ലവ്ലിയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു കഥ, അതിന് അങ്ങനെ ഒരു ആനിമേറ്റഡ് ക്യാരക്ടറിനെ നീഡ് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നേ ഉള്ളൂ. പക്ഷേ ആ എക്സ്പീരിയൻസും അന്നുണ്ടായിരുന്ന ഫ്രണ്ട്സും ഒക്കെ ഓൾറെഡി അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഇൻഡസ്ട്രിയെക്കുറിച്ചും അതെങ്ങനെയാണ് നമുക്കൊരു സിനിമയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് ആ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ദിലീഷ് നായർ എന്നുള്ള വ്യക്തി ഈ സോൾട്ട് ആൻഡ് പെപ്പർ ആണോ ആദ്യമായിട്ട് എഴുതിയ സിനിമ? അതെ. ഈ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ സ്റ്റോറി ഒന്ന് പറയാമോ? സോൾട്ട് ആൻഡ് പെപ്പർ ബേസിക്കലി ഒരു ഫുഡ് ബേസ് ചെയ്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു സിനിമയല്ല. അതിൽ 2 ആളുകളുടെ ഒരു എന്താ പറയുക, ഒരു ഹൈഡ് ആൻഡ് സീക്ക് പോലത്തെ ഒരു ഐഡിയ ആയിരുന്നു, ഒരു റോം കോം ഐഡിയ ആയിരുന്നു. അപ്പോൾ അതിലൊരു എലമെൻ്റ് ആയിരുന്നു ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ എലമെൻറ്റിൽ ഒരു നമ്പർ മാറിപ്പോകുന്നതാണ് അതിൻ്റെ ഒരു ബേസ് ഐഡിയ. അപ്പോൾ ആദ്യം എൻ്റെ കൂടെ ശ്യാം പുഷ്കരൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ അറിയാവുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, ശ്യാം പുഷ്കരനും ഞങ്ങൾ 2 പേരും കൂടെ എഴുതിയിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതിനകത്ത് വെച്ചിരുന്നത് ഇപ്പോൾ ദോശയാണ്. അത് ആദ്യം നമ്മൾ കേരള പൊറോട്ടയാണ് വെച്ചത്, അല്ല പിസ്സയാണ് വെച്ചിരുന്നത്. അപ്പോൾ പിസ്സ ആ സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ കഥ പലരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ഓൾറെഡി ഉള്ള ലിജോ, അങ്ങനെ പല ഡയറക്ടേഴ്സും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പലപ്പോഴും തിരക്കൊക്കെ ആയിരുന്നതുകൊണ്ടും അന്ന് അവർക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലിജോയാണ് പറഞ്ഞത്, നമ്മൾ ഈ പിസ്സയുടെ ഐഡിയ പറഞ്ഞു, ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞപ്പോൾ ലിജോയാണ് പറഞ്ഞത്, നമുക്ക് ഈ പിസ്സയൊന്നും നമ്മുടെ നാട്ടുകാർക്ക് സാധാരണ ഭയങ്കര റൂറലായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ആൾക്കാർക്കൊന്നും അന്ന് പിസ്സ എന്താണെന്നുള്ള അതിൻ്റെ ഒരു ഫ്ലേവറിങ്ങിനെ കുറിച്ച് ധാരണയില്ല. അപ്പോൾ ലിജോ പറഞ്ഞു ദോശ പോലെ എന്തെങ്കിലും ആണെങ്കിൽ, എന്നാൽ ലുക്ക് ലൈക്ക് പിസ്സ, അങ്ങനത്തെ ഒരു സാധനമാണെങ്കിൽ കുറച്ചും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ലിജോ പറഞ്ഞ ശേഷം അത് അഡോപ്റ്റ് ചെയ്തു, ആ ദോശയിലോട്ട് മാറി. അപ്പോൾ അങ്ങനെ വന്ന് അതിനകത്ത് ഒരു ഫ്ലേവറിങ് വന്നു. അപ്പോൾ ഇവർ 2 പേരും ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളാണ്, ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അങ്ങനെ വന്നപ്പോൾ അന്ന് അവർ ഷെഫ്സ് ഒന്നുമല്ല, പക്ഷേ അവർ ബേസിക്കലി വീട്ടിൽ കുക്ക് ചെയ്യും, നല്ല ഫുഡുകൾ കഴിക്കാൻ താല്പര്യമുള്ള 2 ക്യാരക്ടേഴ്സ്. അപ്പോൾ അവരുടെ ഒരു ക്യാരക്ടേഴ്സും എന്താ പറയുന്നത്, ഒരു കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഫുഡ് ഒരു ഫ്ലേവറായിട്ട് ഇട്ടത്. പക്ഷെ പിന്നീട് അതിൻ്റെ അകത്ത് നോക്കിയാൽ അറിയാം, അതിനകത്ത് എല്ലാ സീനുകളിലും എന്തെങ്കിലും ഒരു ഫുഡിനെ കുറിച്ച് പറയണ്ടോ. അപ്പോൾ അതൊരു ടോട്ടലി ഒരു ഫുഡി പടമായി മാറി. അങ്ങനെ പരിണമിച്ചു വന്നതാണ്. ആ സിനിമ നമ്മളിപ്പോൾ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു നിയോഗം പോലെ സംഭവിച്ചു. ആ സിനിമ പിന്നിരുന്ന് കണ്ടപ്പോൾ ദിലീഷ് നായർ എന്ന റൈറ്ററിന് ഫീൽ ചെയ്തൊരു ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കും? ആ സിനിമ കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഒരുപക്ഷെ സിനിമയുടെ കഥ അറിയുകയും അതിൻ്റെ കൂടെ അതിൻ്റെ എല്ലാ ഷൂട്ടിലും ആഫ്റ്റർ ഷൂട്ടിലും ഒക്കെ ഉള്ളതുകൊണ്ടും എനിക്കതിനെക്കുറിച്ച് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ല. ഈ സിനിമ എങ്ങനെ വർക്കാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ സിനിമ കഴിഞ്ഞിട്ട് ആളുകൾ കണ്ടതിന് ശേഷം ആൾക്കാർ പറയുന്നത് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശന്നിട്ട് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ഇമ്പാക്റ്റ് അതിനകത്ത് ഉണ്ടാക്കി. പിന്നെ അതിനകത്തൊരു ഒരു പ്രത്യേക ഡയലോഗ് ഇന്നും ഈ പറഞ്ഞ ദാസ വിജയൻ എന്നൊക്കെ പറഞ്ഞ് പഴയ ദാസനെയും വിജയൻ കണക്ക് പോരുന്നോ എൻ്റെ കൂടെ. അതെ. ഇതെങ്ങനെ സംഭവിച്ചത്? ബാബുരാജ് ചേട്ടനെ പോലത്തെ ഒരു മസിലിനെ ഈ അടുക്കളയെ കൊണ്ടുവന്ന് ഒരു അടുക്കളക്കാരനായിട്ട് ഇരുത്താനുള്ള ഐഡിയ ആയിരുന്നു? അല്ല, അതിനൊരു ഐഡിയ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിതിൻ്റെ ഫിലിം ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് പിന്നീട് ആഷിഖ് അബു അതിനകത്ത് ഡയറക്ടറായിട്ട് വരുന്നു. അപ്പം നമ്മളൊരു കോമൺ ഡിസ്കഷനിൽ അന്ന് എനിക്ക് തോന്നുന്നു ശ്രീനിയേട്ടനായിരുന്നു ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്, ഒരു വെരി സ്ക്രാച്ചിലൊക്കെ. പിന്നീട് പുള്ളിക്ക് എന്തോ തിരക്കോ എന്തോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ ലാലേട്ടനിലോട്ട് എത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിയൊക്കെ വന്നതിന് ശേഷം നമ്മൾ നോക്കിയിരുന്നത് ഈ കുക്കായിട്ട് ആദ്യം ആ സമയത്ത് ഒരു
മെയിൻ ലീഡ് കൊമേഡിയൻ ആയിരുന്നു സുരാജ് വെഞ്ഞാറമൂട്. അപ്പോൾ ഞങ്ങൾ സുരാജ് വെഞ്ഞാറമൂടിനെയാണ് ആദ്യം ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് നോക്കിയത് ഒരു ഹനുമാൻ ഭക്തനായ എന്നാൽ ഫുഡിയായ ഒരു കുക്കായിട്ട് ഒരാളെന്ന് പറയുമ്പോൾ ബാബു ചേട്ടനിലോട്ട് അങ്ങനെ വന്നതാണ്. എന്നാൽ മസിൽ വേണം, എന്നാൽ ഒരു മനസ്സായിരിക്കണം. അങ്ങനെ തോന്നിയപ്പോൾ ചിലപ്പോൾ സുരാജ് ചേട്ടനേക്കാളും നല്ലതായിരിക്കാം ബാബു ചേട്ടനും തോന്നി. അപ്പോൾ അങ്ങനെ എടുത്തൊരു തീരുമാനം, നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പുള്ളി ഒരു ദിവസം കഥ കേൾക്കാൻ വേണ്ടി ഫ്ലാറ്റിൽ വന്ന് പുള്ളി കുറച്ച് ബീഫ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അന്ന് വന്നപ്പോൾ തന്നെ പുള്ളി ഒരു ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പുള്ളി ആ റോഡിലോട്ട് പുള്ളി തന്നെ കയറി അവിടെ ഇരുന്നു. ഇനിയിപ്പോൾ വേറൊരാൾക്കും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളി അങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് ചോദിക്കരുത്, ഈ പോരുന്നോ എൻ്റെ കൂടെ, അതായത് ഒരു വീട്ടിൽ കല്യാണം ആലോചിച്ച് ചെന്ന് പെണ്ണ് കാണാൻ വന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ സ്വാഭാവികമായിട്ടൊരു പെണ്ണിനോട് ചോദിക്കണ ഡയലോഗ് ആയിരിക്കുമല്ലോ. അതെ. അപ്പം പുള്ളി അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതുണ്ടാക്കിയത് ഇവരല്ലാന്ന്. അപ്പോൾ ആക്ച്വലി അയാളുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഒരു ഫുഡ് ലവർ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അത് ആരാണെന്ന് പുള്ളിയുടെ ഒരു ക്യൂരിയോസിറ്റി. അവിടെ ചെന്നപ്പോൾ പുള്ളിക്ക് ആ പെണ്ണിനോട് ചോദിക്കേണ്ട ഡയലോഗ്, അപ്പോൾ അത് സ്കിൻ മാറ്റിയിടുക എന്ന് പറയും. നമ്മളൊരു ഓപ്പോസിറ്റ് സ്കിന്നിലോട്ട് ഇട്ട് നോക്കിയാൽ ചിലപ്പം അത് വർക്കായി കിട്ടും. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കുമല്ലോ ഒരു പെണ്ണിനോടാണെന്ന് പറയുകയെന്ന്. സാധാരണ രീതിയിൽ അങ്ങനെ ആയിരിക്കും ആ ഒരു ടൈമിലൊരു പ്രത്യേകിച്ച് ആ ഇൻസിഡൻറ്റ് വെച്ച്. അപ്പോൾ അതിനകത്ത് നിന്ന് പുള്ളി ഒരു അവിടെ ഇരിക്കുന്ന ഷെഫിനോട് അല്ലെങ്കിൽ ആ പുള്ളി അരി ആട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇയാളോട് ചോദിക്കണമെങ്കിൽ അതേപോലെ തന്നെ ഒരു റൊമാൻറ്റിക് ഡയലോഗ് ചോദിക്കണം. അപ്പം അതുകൊണ്ട് അങ്ങനെ ആ ഡയലോഗ് എഴുതിയത് ഓർമ്മയുണ്ട്? ഏത് സമയത്താണ്, എങ്ങനെയാണോ, അതോ ഒരു യൂഷ്വൽ ഡയലോഗ് റൈറ്റിംഗ് കണക്കെ ആയിരുന്നു അത് പോയത്? അതിൻ്റെ അകത്ത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഓൺ ദ വേയിലാണ് ആ ഡയലോഗ് വന്നത്. ആ ഒരു സിറ്റുവേഷനും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഒരു ഡയലോഗും കൂടെ ഉണ്ടായെങ്കിൽ നന്നായിരിക്കും തോന്നി. ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ കേസ് നേരത്തെ ഉണ്ടായിരുന്നു. ഈ ദിലീഷ് കരുണാകരന് മുമ്പ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ആരുമില്ല. ഫസ്റ്റ് ആണ്. തലേ തൊട്ടപ്പന്മാരൊന്നും ഇല്ലാതെ അങ്ങനെ ആരുമില്ല. നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് വരികയാണ്. ശ്യാം പുഷ്കറിനെയൊക്കെ പരിചയപ്പെട്ട് ആ പ്രോസസ്സ് എങ്ങനെയായിരുന്നു അത്? ഞാൻ ഈ ആഫ്റ്റർ ഈ മറ്റേ അനിമേഷൻ ലൈഫ് കഴിഞ്ഞ് അതൊരു കുറച്ചും കൂടെ ഒരു മെക്കാനിക്കൽ ജോബാണ്. സ്ഥിരമായിട്ട് ചിലപ്പോൾ ഒരു ക്യാരക്ടറുമായിട്ട് ചിലപ്പോൾ ഒരു വർഷമൊക്കെ പോകേണ്ടി വരും. ബോറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ബോറാണ്. അതിൻ്റെ ഒരു തരത്തിലൊരു ക്രിയേറ്റീവ് സൈഡ് കുറവാണ്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ഒരു ക്യാരക്ടറിനെ തന്നെ അനിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നെ അതിനൊരു കറക്റ്റ് ഒരു ജോബുണ്ട്. ഒരു ടൈം ജോബാണ്. 9 to 6 ഫിക്സഡ് ജോബാണ്. അപ്പോൾ അത് കുറേ കഴിഞ്ഞപ്പോൾ അതൊരു മോണോട്ടോണസ് ആയി തോന്നിയപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചു. അത് ഞാൻ ഇവിടെ തിരിച്ചു എറണാകുളത്ത് തോന്നും. അപ്പോൾ ഇവിടെ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ്സും കോർപ്പറേറ്റ് ഫിലിംസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശ്യാമിനെയൊക്കെ പരിചയപ്പെടുന്നത്. അതെ, പുള്ളിയും വേറെ വർക്ക് ചെയ്യായിരുന്നു. അല്ല, ശ്യാമും ആക്ച്വലി ഇതേപോലെ ഒരു ഡിസൈനിങ് കമ്പനിയൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അവൻ എവിടെയോ അവൻ ഒരു ഫിലിം സ്കൂളിൽ പഠിച്ചിരുന്നു. പഠിച്ച ഒരാളെ നമുക്ക് ഫ്രണ്ടായിട്ട് കിട്ടി. അതെ, ആ സമയത്താണ് ദിലീഷ് പോത്തനുണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പല ചെറിയ പുള്ളി എന്തോ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. സോ ഇത് ഓൾറെഡി ഇപ്പോഴുള്ള സിനിമയിലുള്ള വരുന്നവരും ഉള്ളവരും വരാനിരിക്കുന്നവരും ഒക്കെ ഇതുപോലെ എവിടെയെങ്കിലും വന്നിരുന്ന് ഇങ്ങനെ ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കഥ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ അത് ആരോടെങ്കിലും പിച്ച് ചെയ്യണം. അപ്പോൾ ആ ഒരു വഴിയിൽ പല ആൾക്കാരും കണ്ടു. അങ്ങനെ വന്ന് ഒരാളോട് കണ്ടപ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് സോൾട്ട് ആൻഡ് പെപ്പർ സംഭവിച്ചു. അപ്പോൾ ഈ സിനിമ നമ്മൾ കഥ പറയാൻ ചെല്ലുമ്പോൾ നമ്മളൊരു പുതുമുഖമാണ്. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ഈ സ്റ്റോറി പറയാൻ ചെല്ലണമല്ലോ. അപ്പം അങ്ങനെ ഉള്ള ഇത് ആദ്യം പറഞ്ഞ ആൾ തന്നെ അക്സെപ്റ്റ് ചെയ്തോ അതോ ഒരു ആർട്ടിസ്റ്റിനോട് കഥ പറയാന്നുള്ളത് ലാലേട്ടനോടോ ആദ്യം പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, പടം എന്നെ വെച്ച് ചെയ്താൽ നമ്മളെ സിദ്ദിഖ് ലാലേട്ടൻ. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നെ വെച്ച് ചെയ്താൽ പടം ഓടത്തില്ല, നിങ്ങൾ മമ്മൂക്കാനെ പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉള്ള ഒരാളാണ്, പ്രായമായെന്നും സോൾട്ട് ആൻഡ് പെപ്പർ താടിയുള്ള ആളാണ്, കല്യാണം കഴിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരാൾ മമ്മൂക്കയാണെന്ന് പറഞ്ഞാൽ കേരള ജനത സമ്മതിക്കില്ല. കാരണം ഇത്രയും സുന്ദരനും ആയിട്ടുള്ള മമ്മൂക്കയാണോ ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ് ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ തന്നെ അഭിനയിക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞു. ഇത് തന്നെയാണ് പുള്ളിയുടെ ശബ്ദത്തിന്റെ മുമ്പിലേക്ക് അതാണ്. അങ്ങനെ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇനി ബാക്കി നിങ്ങളുടെ ഇഷ്ടം, എന്നെ വെച്ച് പരീക്ഷിക്കണമെങ്കിൽ പരീക്ഷിക്കും. അപ്പോൾ എന്തായാലും പരീക്ഷണം വിജയമായിരുന്നു. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ ഒരു പുതിയ ആളായിരുന്നു. അപ്പോൾ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു അത്ര വലിയൊരു ഇൻഡസ്ട്രി ധാരണ ഉണ്ടായിരുന്ന കാരണമായിരിക്കും പുള്ളി ഒരു പക്ഷേ ഇത് സംഭവിച്ചു. അതെ അതെ, കുറച്ച് ഇൻഡസ്ട്രി ധാരണയുള്ള ആളാണ് ചിലപ്പോൾ. അന്നത്തെ ഒരു ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത്
ഒരുപക്ഷെ അംഗീകരിക്കപ്പെടാതെ പോകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു ആക്ച്വലി, ഇത് ഇങ്ങനെയാണെന്ന്. അത് ഇപ്പോഴാണ് ആ ധാരണയൊക്കെ പിന്നെ ആസിഫ് അലി എടുത്തില്ലെന്നോ? പിന്നീട് ആസിഫിൻ്റെ അടുത്തായിരുന്നു. ആസിഫൊക്കെ ഓക്കെ ആയിരുന്നു. അന്ന് ആസിഫ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഋതു ഒക്കെ കഴിഞ്ഞിട്ട് 1 വർഷം 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എന്താണ് ആസിഫിനെ കാസ്റ്റ് ചെയ്യാൻ കാരണം? ഇത് തന്നെ ഒരു ക്യാരക്ടറിൽ അങ്ങനത്തെ ഒരു ഫിറ്റഡ് ആയിരിക്കണം എന്നുണ്ടായിരുന്ന ഒരാളാണ് അന്ന്. ആസിഫായിരുന്നു അതിൻ്റെ അകത്ത് നമ്മളുടെ ഒരു മനസ്സിലുണ്ടായിരുന്നു. അതെ. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ജോണേഴ്സിൽ ആസ് എ റൈറ്റർ റിസ്ക് ഫാക്ടർ എടുക്കുക എന്ന് പറയുന്നത്, ഡിഫറെൻറ്റ് ജോണേഴ്സിൽ ചിന്തിക്കാൻ പറ്റുക, അതിൽ റിസ്ക് ഫാക്ടേഴ്സ് എടുക്കുക. കാരണം കഴിവതും ഇപ്പം സത്യനന്ദിക്കാട് സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരേ ജോണർ, മോർ ഓർ ലെസ് ഫാമിലി ഓറിയൻറ്റഡ്, അത് റിസ്ക്ലെസ് ആണ് കേട്ടോ. ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ നിന്നും എടാതടിയിലേക്ക് മാറുന്നു. പുതിയ നടന്മാരെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുന്നു. ഇത് ആരെങ്കിലും പറയൂടെ ഇന്ന ആൾക്ക് വേണ്ടി ഒരു സിനിമ എഴുതൂ, അങ്ങനെ പറയുന്നതാണോ? അല്ല, ചിലപ്പോൾ പലപ്പോഴും പല രീതിയിലാണ്. ഇപ്പം എൻ്റെ സിനിമകളെല്ലാം സംഭവിച്ചിട്ടുള്ള അങ്ങനെയാണ്. ഇപ്പോൾ ഡാത്തടിയ എന്ന് പറയുന്നത് ഒരു ടൈറ്റിലിൽ നിന്നുണ്ടായതാണ്. ഇതിന് പറ്റിയൊരു കഥ കിട്ടുമെന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെ പോയി അങ്ങനെ ഉണ്ടായ സിനിമ. അതുപോലെയല്ല മറ്റൊരു സിനിമ. ഡാത്തടി അങ്ങനെ സംഭവിച്ചാണ്. അപ്പോൾ അങ്ങനെ ശേഖറിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ശേഖർ ഒരു ക്യൂട്ട് ആളും കൂടിയാണ്. ശേഖറിന് ശരിക്കും അങ്ങനെ വണ്ണം കൊണ്ട് അങ്ങനെ ഒരു പ്രോബിയോസിറ്റി കൊണ്ട് അങ്ങനത്തെ പ്രശ്നമുള്ള ആളല്ല. അല്ല, പുള്ളിയുടെ ഒരു നേച്ചറിലി അങ്ങനെയാണ് പുള്ളി. അപ്പോൾ ഭയങ്കര ക്യൂട്ടുമാണ് ആള്. അപ്പോൾ അങ്ങനെ ഇയാൾ കണ്ടിട്ടാണോ ഈ സിനിമ? അല്ല, പുള്ളിയെ കണ്ടിട്ടല്ല. നമ്മൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ എനിക്കതൊന്നും പരിചയമില്ലായിരുന്നു. പക്ഷേ നമുക്ക് പരിചയമുള്ള 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശേഖർ വന്നപ്പോൾ കറക്റ്റാണ് ആള്. വളരെ കൃത്യമായിട്ടൊരാൾ. അതൊരു ഭാഗ്യമായി കാണുക. അതെ അതെ. അവിടെ നിന്ന് നേരെ ഇടുക്കി ഗോൾഡിലേക്ക് വരാം. വളരെ ഡിഫറെൻ്റ് ആണ്. അതെ അതെ അല്ലേ? ആ സിനിമയുടെ ഒരു ജേണി എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇടുക്കി ഗോൾഡ് ഒരു ചെറുകഥയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഇടുക്കി ഗോൾഡിൻ്റെ കഥയല്ല അതിൻ്റെ. അത് വേറൊരു ആംഗിൾ കഥയാണ്. അതിനകത്തുകൊണ്ടൊരു ഇൻസിഡൻറ്റ് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിനെ വെച്ചിട്ട് ഒരു കഥ ഉണ്ടാക്കിയതാണ്. ഇടുക്കി ഗോൾഡിലേക്ക് എത്തിപ്പെടുന്നത്, ഇന്ന് കാണുന്ന ഇടുക്കി ഗോൾഡിലേക്ക് എത്തിപ്പെടുന്നത്, ആ കഥയുമായിട്ട് ആക്ച്വലി അതിനൊരു ബന്ധമില്ല. അതിനകത്തൊരു ഇൻസിഡൻറ്റ് അതിനെ പോലെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ക്യാരക്ടേഴ്സിനെ അതിനകത്ത് അതിനകത്ത് ആ 4 ക്യാരക്ടേഴ്സ് ഒന്നും മറ്റേതിലില്ല. ഇല്ല. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തത്? ആ കഥ ആക്ച്വലി ഒരു വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അതൊരു എനിക്ക് തോന്നുന്നത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ എഴുതി വന്നിരുന്ന ഒരു കഥ, മാതൃഭൂമിയിലുണ്ടായിരുന്ന സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ പുള്ളിയോട് നമ്മളിത് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു കഥയുണ്ടല്ലോ അതിനിങ്ങനെ എടുക്കുമ്പോൾ പുള്ളി വെച്ച് നിങ്ങളിത് എന്ത് സിനിമയാണ് ഇതിൻ്റെ അകത്ത് കാണാൻ ഉദ്ദേശിക്കുന്നത്? കാരണം ഇത് ആ സിനിമ ഇതുമായിട്ട് ഇപ്പം കാണുന്നതുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ഒരു ഐഡിയ ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അതിനകത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട്സിനെ ഒരു പരസ്യം കൊടുക്കുന്നുണ്ട്, ഈ ബാച്ചിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമെന്ന്. ആ ഐഡിയ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് വേറെ ഒരു സിനിമയാണ്. അതിലൊരു ക്യാപ്റ്റനും അങ്ങനെയൊക്കെ പോരുന്ന ഒരു ഈ കഞ്ചാവ് വലിക്കുന്ന ഒരു ഫ്രണ്ട് അയാളുടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഒരു റിലേഷൻ കഥയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ ഒരു ഫാക്ടർ മാത്രമാണ് ഇടുക്കി ഗോൾഡെന്ന് ആ കഥയ്ക്കും ടൈറ്റിൽ ഇട്ടിരുന്നത്. അപ്പോൾ ആ ടൈറ്റിലും ഈ ഇൻസിഡൻറ്റ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. പിന്നീട് അതൊരു എന്താ പറയുക, ഒരു ഫ്രണ്ട്സ് റിവാമ്പിങ് ഫിലിം പോലെ അതിനെ ട്രീറ്റ് ചെയ്തെടുത്തതാണ്. അങ്ങനെയാണ് ഇടുക്കി ഗോൾഡിലോട്ട് വരുന്നത്. അപ്പോൾ വൻ ഹിറ്റായി. അതെ, നമ്മൾ തന്നെ ഞെട്ടി. ഒരു റൈറ്റർ എന്ന രീതിയിൽ ഇപ്പോൾ ദിലീഷ് നായർ ഒരുപാട് ഹിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലവ്ലി മാത്രമേ ഉള്ളൂ കുറച്ച് ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയായിട്ട് പോയത്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് എ ഗുഡ് ട്രൈ. കാരണം ഇപ്പോൾ എടുക്കുന്നതെല്ലാം അങ്ങനെ നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സിനിമകളുടെ ജോണേഴ്സ് ചാടി നിൽക്കാം. ഒന്നിപ്പം റൈഫിൾ ക്ലബ്ബ്, കാരണം അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒരു മാങ്ങ നീ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ നീ അത് തിന്നത്തില്ല എന്നാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് കൊന്നാൽ എന്നാൽ തിന്നണമെന്നാണ്, അല്ലേ? മാത്രമല്ല ഒരു സെയിങ് കൊണ്ട് കൊന്ന പാവം തിന്നാൽ തീരുമെന്ന്. അപ്പം ഈ പറയുന്ന റെവല്യൂഷണറി സിനിമകൾ എഴുതുമ്പോൾ മിക്കപ്പോഴും ലൈം ലൈറ്റിൽ അതിൻ്റെ അവകാശവാദങ്ങളും, ഇപ്പോൾ ഒരു ചെറിയൊരു സിനിമ വന്നാൽ തന്നെയും, ഫോർ എക്സാമ്പിൾ വലിയ സിനിമ വന്നാൽ തന്നെയും ഇന്നതൊരു ഭയങ്കര സോഷ്യൽ മീഡിയ പ്രൊമോഷൻസും എല്ലാം നടക്കുന്നുണ്ട്. ഈ ദിലീഷ് നായറിനെ എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങ് കാണാത്തത്? പൊതുവേ നമ്മളിപ്പോൾ ഒരു സിനിമയുടെ പ്രൊമോഷൻ ടൈമിൽ ഒരു എഴുത്തുകാരൻ്റെ ആവശ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ആളുകൾ കാണുന്നത് ഫേസ് വാല്യൂസിലാണ്. അതായത് സ്റ്റാർസിനെയാണ് അവർ കാണുന്നത്. ഏത് സിനിമ ആയിക്കോട്ടെ, ആ സ്റ്റാറിനെ ജനറേറ്റ് ചെയ്തത് അത് വളരെ, എനിക്ക് തോന്നുന്നു അത് വളരെ ചെറിയ കുറച്ച് ആളുകൾ മാത്രമേ അവരെ കുറിച്ച്. ശ്യാം പുഷ്കരൻ എന്ന് താങ്കൾ തന്നെ പറയുന്നത്. യെസ്, ശ്യാം പുഷ്കരന്റെ കൂടെ ഉള്ള ഒരാളല്ലേ ദിലീഷ് നായർ. ശ്യാം പുഷ്കരനും ഇതേപോലെ തന്നെ വിസിബിലിറ്റി കുറവാണ്. പക്ഷെ പേരെല്ലാവർക്കും അറിയാം, ദിലീഷ് നായർ. അത് പുള്ളി എന്നേക്കാൾ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതോ ദിലീഷ് നായർ ഇങ്ങനെ ഒരു അതുകൊണ്ടല്ല എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള
പുതിയ ഇപ്പോൾ ശ്യാമിന് വേറെ കമ്പനികളുണ്ട്, അപ്പോൾ അവരുടെ ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് അവാർഡ് വിന്നിങ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെടും. അവാർഡ് വിൻ ചെയ്യാത്തതുകൊണ്ടാണോ താങ്കൾ? അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് എൻ്റേതായിട്ടുള്ള ഒരു ഷൈനസും പിന്നെ ഒരു പക്ഷെ എന്നാലും ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ, കാരണം ദിലീഷ് നായർ കാപ്പ എന്ന് പറഞ്ഞ സിനിമ അല്ലേ, അതിനകത്ത് പ്രൊഡക്ഷൻ യൂണിറ്റിനകത്തുണ്ട്. അത് നമ്മുടെ റൈറ്റേഴ്സ് യൂണിയന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് ഡെവലപ്മെന്റിന് വേണ്ടി. അതെ, പൃഥ്വിരാജുമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ റൈറ്റേഴ്സ് യൂണിയന് വേണ്ടിയാണ് വർക്ക് ചെയ്തത്. പൃഥ്വിരാജുമായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാനൊരു പടം അതിന് മുമ്പ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ടമാർ പടാർന്ന് പറഞ്ഞു. അതിൽ രാജു ഉണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് അറിയാമായിരുന്നു, അതുപോലെ പുള്ളിയായിട്ട് പരിചയമുണ്ട്. പുള്ളിയായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് വളരെ സ്മൂത്താണ്, അടിപൊളിയാണ്, വളരെ പ്രൊഫഷണൽ ആളാണ് പുള്ളി. അപ്പോൾ നമ്മുടെ കഥയൊക്കെ ഇപ്പോൾ ടമാർ പടാറിൻ്റെ ഒക്കെ സ്റ്റോറി പറയുന്ന സമയത്ത്, ടമാർ പടാറിൻ്റെ സ്റ്റോറി ആക്ച്വലി പൃഥ്വിരാജ് അതിനകത്ത് നായകനല്ല. പൃഥ്വിരാജ് ഒരു എന്താ പറയുന്നത്, ഒരു ക്യാരക്ടർ റോളിലാണ്. അപ്പം ഞാനിതിൻ്റെ അകത്ത് ഇതാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ടല്ല പറഞ്ഞത്, ഞാനൊരു കഥ അങ്ങനെ പുള്ളിയോട് പറയായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാനല്ലേ ഇന്ന ആളെന്ന് ചോദിച്ചു. അപ്പം അത് തന്നെയായിരുന്നു പുള്ളിയുടെ ഇത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനിത് ഈ സിനിമ ഓടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, കാരണം സാധ്യതയില്ല ആ സിനിമയുടെ കഥ കേട്ട് അങ്ങനെ ഓടുമെന്ന് ഒരു ആരും പറയത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു പക്ഷേ എനിക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു, നമുക്കിത് ചെയ്യാമെന്ന്. അങ്ങനെ പുള്ളി പറഞ്ഞ പോലെ 100% സംഭവിച്ചു, ആ സിനിമ ഓടിയില്ല. പക്ഷേ അത് ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിരുന്നു. പക്ഷേ പൊതുവെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു ബോക്സ് ഓഫീസ് വിജയം. അതായത് നമ്മൾ സാധാരണ ഈ സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമ്പടി, അത് കുറച്ച് ആൾക്കാർക്ക് വിചാരിക്കുന്നത് അവർക്ക് ഒരു ബോക്സ് ഓഫീസാണ്. സാധാരണ ആൾക്കാർക്ക് അങ്ങനെ ബോക്സ് ഓഫീസ് ഒന്നുമില്ല. പക്ഷെ അത് പിൽക്കാലത്ത് ആ സിനിമ ഇറങ്ങിയ സമയത്ത് അത് അത്ര അക്സെപ്റ്റ് ചെയ്തില്ല. അതൊരു എന്താണ് പറയുന്നത്, ഒരു പക്ഷേ ടെലിവിഷനിലൊക്കെ ഭയങ്കര അത് പിൽക്കാലത്ത് ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. അപ്പോൾ അന്നുപോലെ എനിക്ക് രാജുവിനെ അറിയാം, രാജു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ആക്ടറാണ്. പക്ഷേ ബോക്സ് ഓഫീസ് ഹിറ്റ് പടമാണല്ലോ റൈഫിൾ ക്ലബും തെറ്റില്ലാതെ. റൈഫിൾ ക്ലബ് അങ്ങനെ ഒരു ഭീകര ബോക്സ് ഓഫീസ് ഹിറ്റ് ഒന്നും അല്ല, പക്ഷേ അത്യാവശ്യം നല്ല എൻ്റർടൈനിങ് ഒരു സിനിമയായിരുന്നു. ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ലൊക്കേഷനിൽ പോയിരുന്നു. കാരണം പണ്ടൊക്കെ ശ്രീനിവാസൻ സാർ ചെയ്തിരുന്ന കാര്യങ്ങളാണിത്. ലൊക്കേഷനിൽ പോയിരുന്ന് കഥ എഴുതുമെന്നാണ് പറഞ്ഞത്. മായനദിക്ക് ഒരു സ്ക്രിപ്റ്റേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ വിശ്വസിക്കൂ? മായനദിക്ക് സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറയുന്നത് ആക്ച്വലി സ്ക്രിപ്റ്റ് ഇൻ ദ സെൻസ് അതിനൊരു സീൻ ഓർഡറൊക്കെ ഉണ്ടാവും, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കൊരു ചില സിനിമകൾ ഇങ്ങനെ ഒരു പക്ഷേ നമ്മൾ ഒരു നിശ്ചിത സ്ഥലമില്ലാതെ ട്രാവൽ ചെയ്തൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുക. അത് ഓരോ സിനിമയ്ക്കും ഓരോ സ്വഭാവമായിരിക്കും. മായനദിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങി പല ലൊക്കേഷൻസ് ഓൺ ദ വേ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അത് അവിടെ വെച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊരു ബൈൻഡഡ് സ്ക്രിപ്റ്റ് ആദ്യം ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിന് ഓർഡർ എന്തൊക്കെ സംഭവിക്കണം എന്നൊക്കെ അറിയാമായിരുന്നു. രാവിലെ അവിടെ ചെന്നിരിക്കും, എഴുതി കൊടുക്കും അല്ലേ? പണ്ട് ശ്രീനേട്ടൻ ചെയ്തിട്ടുണ്ടോ? രാവിലെ ചെന്നിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഷൂട്ട് നടക്കില്ല. പക്ഷെ നമ്മൾ തലേദിവസം പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് വേണ്ടതെന്ന്. നമ്മൾ രാവിലെ പറഞ്ഞു കൊടുക്കണം. ഡയലോഗ് മാത്രം ചിലപ്പോൾ ഒന്ന് ആക്ടേഴ്സിനുമായിട്ടൊന്ന് ഇംപ്രൂവൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ ബാക്കിയൊക്കെ പറഞ്ഞു കൊടുത്തില്ല എങ്ങനെ വരും? ഇപ്പോൾ വിശ്വസിക്കുക ഇത്രയും മനോഹരമായ ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള അതും ജനങ്ങൾ ഈ നെഗറ്റീവ് ഷെയ്ഡുകൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുമോ? അതാണോ താങ്കളുടെ കാഴ്ചപ്പാടുകൾ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു മായാനദി തിയേറ്ററിൽ ഓടാത്ത പടമാണ്. ആളുകൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. തിയേറ്ററിൽ അത് അത്ര സക്സസ് അല്ലായിരുന്നു. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ക്രിട്ടിക്കലി ആ സിനിമ വളരെ ഹിറ്റ്. എനിക്ക് ടൊവിനോയ്ക്ക് തന്നെ ഒരു സിഗ്നേച്ചർ ബ്രേക്ക്. അതെ, ഒരു സിഗ്നേച്ചർ ഫിലിം ആയിരുന്നു. പക്ഷെ അത് ഒരു ബോക്സ് ഓഫീസ് പരാജയമാണ് അങ്ങനെ നോക്കിയാൽ. പക്ഷെ ബോക്സ് ഓഫീസ് ഹിറ്റ് അല്ല. ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ ബോക്സ് ഓഫീസ് പൊട്ടണം, അതാണ് ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോക അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ്, തുടരും, ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഹിറ്റ്സ് ആണ്. താങ്കൾ ചെയ്ത അങ്ങനെ ഏതെങ്കിലും ബോക്സ് ഓഫീസ്? ഇല്ല, എനിക്ക് തോന്നുന്നത് എൻ്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ളത് കാപ്പ അത്യാവശ്യം ഓടിയിട്ടുണ്ടാവും. പക്ഷെ അതൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് നമുക്ക് പറയാം. ബോക്സ് ഓഫീസ് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. ബോക്സ് ഓഫീസ് ഒന്ന് പൊട്ടിക്കണം അതാണ്. എന്നിട്ടൊരു വരവ് വരും. എന്നാലേ നമ്മളൊരു എന്താ പറയുന്നത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന ഒരു സ്ഫോടനമായിരിക്കും എന്ന് പറയുന്നത്. അതിപ്പോൾ എപ്പോഴും സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഓരോന്ന് എഴുതുമ്പോഴും നമ്മളിത് എഴുതുമ്പോഴും ഈ ബോക്സ് ഓഫീസ് പൊട്ടുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ നമ്മളാണ് ചില സമയത്ത് പൊട്ടിപ്പോകും, അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇടുക്കി ഗോൾഡും ബോക്സ് ഓഫീസ് പൊട്ടിച്ചില്ല. ഇല്ല അതൊക്കെ പക്ഷെ നഷ്ടമൊന്നുമില്ല. പക്ഷെ പടം പ്രോഫിറ്റബിൾ ആണ്. പല സിനിമകളും അങ്ങനെ ബോക്സ് ഓഫീസ് വിജയിച്ചില്ലെന്ന് കൊണ്ട് കാര്യമില്ല, ബോക്സ് ഓഫീസ് പൊട്ടിയില്ലെന്നേ ഉണ്ടാവുള്ളൂ. സിനിമ ചിലപ്പോൾ സർവൈവ് ചെയ്തിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് സിനിമകളൊക്കെ സർവൈവ്ഡ് ആണ്. അപ്പോൾ താങ്കൾ എഴുതിയിട്ടുള്ള മിക്ക സിനിമകളും സർവൈവ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ ബോക്സ് ഓഫീസ് പൊട്ടിച്ചില്ലെങ്കിലും ജനങ്ങളുടെ ഈ പറഞ്ഞ പ്രൊഡ്യൂസറുടെ പോക്കറ്റ് പൊട്ടിച്ചിട്ടില്ല. അപ്പം
ഇപ്പം ഇനി ക്രൈം ത്രില്ലർ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഒന്നൊരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സോൾട്ട് ആൻഡ് പെപ്പറിന് ഒരു പാർട്ട് 2 പ്രതീക്ഷിക്കാമോ? പാർട്ട് ആക്ച്വലി വന്നിരുന്നു. ഈ ബാബു ചേട്ടൻ തന്നെ ഒരു പടം ചെയ്തിരുന്നു. ഇതിൻ്റെ തന്നെ ഒരു ഫ്ലേവർ വെച്ച് ആ ക്യാരക്ടേഴ്സിനെ വെച്ച്. നമ്മുടെ ഭാഗത്തുനിന്ന് ഇനി ആ കഥയ്ക്കൊരു പാർട്ട് 2 ഇല്ല. പക്ഷേ എനിക്ക് ഫുഡിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ ഫുഡിനെ ഫ്ലേവർ ചെയ്ത് മറ്റൊരു സിനിമയിലോട്ട് പോയി. സന്തോഷം. ഇതൊക്കെയാണ് എനിക്ക് കേൾക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ഇൻഡസ്ട്രിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് റിലേറ്റ്, ഇപ്പോൾ ചൈനീസ് മൂവീസ് ആയാലും ഇംഗ്ലീഷ് മൂവീസ് ആയാലും ഇഷ്ടം പോലെ ഫുഡ് റിലേറ്റ് ചെയ്ത മൂവീസുണ്ട്, ഷെഫുമാർ റിലേറ്റ് ചെയ്ത. എന്തുകൊണ്ടാണ് താങ്കളുടെ ഉള്ളിൽ ഇതുവരെ ഈ സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്തു ഒരു ഷെഫ് റിലേറ്റ് ചെയ്ത് സിനിമ വരാത്തത്? എനിക്ക് തോന്നുന്നു ഷെഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമ എന്ന് വെച്ചാൽ വളരെ നമ്മളൊരു റൂറലായിട്ടുള്ള സൈഡിലുണ്ട് പലർക്കും ആക്ച്വലി ഷെഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള അവർക്ക് അറിയത്തില്ല. അവർ മാക്സിമം പറയുന്നത് കുക്ക് എന്ന് വരെ പ്രയോഗിക്കും. അപ്പോൾ ഒരു ഷെഫിനെ അങ്ങനെ അവർക്ക് അത്ര ഒരു ഡേ ടു ഡേ ലൈഫിൽ അവർ കാണാൻ സാധ്യത. നമ്മളിപ്പോൾ ഒരാൾ ഷെഫാണെന്ന് പറയുന്നത് കൊണ്ട് എന്നാൽ ശരി അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയേക്കാം എന്ന് ഉള്ളതല്ല. അതിനകത്ത് ഒരാൾ അയാളുടെ ഒരു പ്രൊഫഷൻ, ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിലെ അയാളുടെ പ്രൊഫഷൻ അയാളൊരു ആർക്കിയോളജിസ്റ്റാണ്. അപ്പോൾ നമ്മളന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലും ആർക്കിയോളജി നടക്കുന്ന സ്ഥലങ്ങളിൽ മുസ്രീസിലൊക്കെ പോയി നോക്കിയിരുന്നു ഇവരുടെ ലൈഫ് എങ്ങനെയാണെന്ന്. എന്നാൽ അതൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. 1-2 ചെറിയ എലമെൻറ്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഷെഫിൻ്റെ കഥ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഷെഫിൻ്റെ ഷെഫ് ഉണ്ടാക്കുന്ന ഫുഡിനെ കുറിച്ചാണോ പറയേണ്ടത്, അത് ഷെഫിൻ്റെ കഥയാണ്? ഞാൻ ഫുഡിലാണ്. ഫുഡ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഫുഡ് പ്ലസ് റൊമാൻസ് എന്നായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഒരു കോമ്പിനേഷൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു റോം കോം. അതിനകത്തൊരു ഫ്ലേവറിംഗ് ആണ് ഫുഡ്. ഇതേപോലെ തന്നെ ഏതെങ്കിലും വേറൊരു ജോണറുമായി ബ്ലെൻഡ് ചെയ്യാവുന്ന ഒരു കഥ കിട്ടിയാൽ, അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അതിനൊരു പൂർണ്ണ ഫോമിലോട്ട് എത്തിയിട്ടില്ല. പലതും പല ബേസ്ഡ് ഐഡിയാസൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊരു പൂർണ്ണ ഫോമിലോട്ട് എത്തിയാൽ ഉറപ്പായിട്ടും അത് അങ്ങനെ ഒരു പടത്തിലെ കുറിച്ച് ആലോചിക്കും. ഒരു ആലോചനയുണ്ട്, പക്ഷെ ഒന്നും ഒരു 100% എന്ന് പറയുന്ന ഒരു മീറ്റിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ ടീ ബ്രേക്ക് എടുത്ത് ഷൈൻ വിത്ത് നളനിൽ ഒരു ടീക്ക് ശേഷം ഒരു നാടൻ ബൈറ്റ് എടുത്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം. ടീ ബ്രേക്ക്. Welcome back to Shine with Nalan. You are listening to Dileesh Karnagaran, who is a wonderful writer in the Malayalam film industry. എൻ്റെ വക ഒരു ചെറിയ ബ്ലൂ ടീ. താങ്ക് യു. ഇതിന് ആംബ്രോസിയ എന്നാണ് പറയുന്നത്. ഈ ഒരു ഷോയിൽ വരുന്ന ആൾക്കാർക്ക് ഒരു ചിയേഴ്സ് പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ലോകപ്രശസ്തമായ ഫ്ലോയിഡിനെ പോലത്തെ വ്യക്തിത്വങ്ങൾ എഴുതിയ എള്ളുണ്ടയുടെ കഥകൾ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും ഹൈലൈറ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 3 എള്ളുണ്ടകളിൽ ഒന്ന് എൻ്റെതാണ്. എള്ളുണ്ടയ്ക്ക് ഒരു കഥയുണ്ട്, പറയാം, ടേസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. കുട്ടികൾ 2 കുട്ടികൾ, മൂത്തയാൾ മോള്, രണ്ടാമത്തെ മോൻ. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? കുട്ടികൾക്ക് അങ്ങനെ കഥയൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. കാരണം അവർ ഒരുപാട് വായിക്കാറ് ബുക്കുകളുണ്ട് അവർക്ക്, പിന്നെ ഇഷ്ടംപോലെ TV, ലോട്ട്സ് ഓഫ് സോഴ്സ്. എൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു കഥ പറഞ്ഞാൽ ബോറടിപ്പിക്കാറില്ല. ഇല്ല. താങ്കൾ കുട്ടിക്കാലത്ത് കഥകൾ കേട്ടാണോ വളർന്നത്? സത്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ മുത്തശ്ശി കഥകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ അറിവിൽ എൻ്റെ മുത്തശ്ശി എന്നോട് അങ്ങനെ കഥയൊന്നും പറഞ്ഞു തന്നിട്ടില്ല. വെരി ബാഡ് മുത്തശ്ശി. ഇത്രയും സിനിമകൾ ചെയ്തല്ലേ താങ്കളുടെ ക്ലോസ് ടു ഹാർട്ട് മൂവി ഏതാണ്? എനിക്ക് മായാനദി വളരെ ഇഷ്ടപ്പെട്ടു. ലവ്ലി പോലത്തെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി, റിസ്ക് എടുക്കാൻ ഹൗ ഡിഡ് ഇറ്റ്? ഈ പറയുന്ന താങ്കളുടെ ഈ കാരിക്കേച്ചർ പണ്ടുണ്ടാകും? ഒരിക്കലും അല്ല. ഇതിൻ്റെ കഥ എൻ്റെ കഥയല്ല, ഞാൻ ഒരാളുടെ വാങ്ങിച്ച കഥയാണ്. ഓക്കെ. അതായത് പുള്ളി ഒരിക്കലും എന്നോട് വന്നിങ്ങനെ പറഞ്ഞത് ഇതൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഐഡിയ ആയിരുന്നു. അത് പിൽക്കാലത്ത് ഇങ്ങനെ കുറേ കാലം കൊണ്ട് അത് പ്രോസസ്സ് ചെയ്തുപോലത്തെ ഒരു കഥയും. അപ്പോൾ അതിനകത്തൊക്കെ ഒരു പ്രൊഡ്യൂസർ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമ എങ്ങനെ സംഭവിച്ചു എന്ന് വേണം പറയാം. അപ്പോൾ അതിന് വലിയൊരു നടനോ ഭയങ്കര അത് ഞാൻ പറഞ്ഞ ഒരു ബാങ്കബിൾ ആയിട്ടുള്ളൊരു ബിഗ് ആർട്ടിസ്റ്റിൻ്റെ ഒന്നും സപ്പോർട്ട് വേണ്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കഥ വന്നു, അതിനൊരു പ്രൊഡ്യൂസർ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമ അങ്ങനെ സംഭവിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർ ചില കഥ കേട്ടിട്ടാണ് പലരും എക്സ്പെരിമെൻ്റൽ മൂവി തന്നെയല്ല, അത് തീർച്ചയായിട്ടും ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണെന്ന് പറഞ്ഞ് തന്നെയാണ് തുടങ്ങിയത്. അവസാനിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. അതിനകത്ത് ആ ക്യാരക്ടറിനെ നമുക്ക് അത്ര നന്നായി കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത് മാത്രമാണ് ഒരു ഈച്ചൻ്റെ. ഇതേപോലത്തെ ഒരു മൂവി തന്നെയല്ലേ കോക്രോച്ച് എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ മൂവി, പിന്നെ എന്നും പറഞ്ഞ ഒരുപാട് പടങ്ങളുണ്ട്. അതിൻ്റെ ഇൻസ്പിറേഷൻ വല്ലതാണോ ഇത്? ഒന്നിൻ്റെ ഇൻസ്പിറേഷൻ ഒന്നും അല്ല. അപ്പം ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന സമയത്ത് പ്രൊഡക്ഷൻ അത് അവർക്ക് നേരത്തെ ബോക്സ് ഓഫീസ് പൊട്ടിയില്ലെങ്കിൽ
അവരത് അനുഭവിക്കത്തില്ലേ? ബോക്സ് ഓഫീസിൽ പൊട്ടിയില്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾക്ക് 2 മീറ്ററേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ 100% പൊട്ടിപ്പോകും, ഒന്നില്ലെങ്കിൽ 1 ഹിറ്റ്. അപ്പോൾ ഉദാഹരണത്തിന് ലോക എന്ന് പറയുന്ന സിനിമ ഇതേപോലെ ഗ്രാഫിക്കൽ ഫിലിമാണ്, മിത്താണ്. അത് ബോക്സ് ഓഫീസ് തകർത്തു, അതെ പൊട്ടിത്തെറിപ്പിച്ചു. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അത് ചിലപ്പോൾ സംഭവിക്കാം. അപ്പോൾ ലോക പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാൻ ഇത് വിജയിക്കുമെന്ന് 100% വിചാരിച്ചിട്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയും ഇതേപോലെ തന്നെ ഒരു റിസ്ക് എടുത്തിട്ടുണ്ടാവും. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഇനി അങ്ങനെ ഒരു സിനിമ എടുക്കാൻ അങ്ങനെ ഒരു പ്രൊഡ്യൂസർക്ക് ഈ സിനിമയുടെ എന്താണ് പറയുന്നത് വിജയം ഒരു കാരണമാവും. മനസ്സിലായി. അപ്പം എനിക്ക് തോന്നുന്നു ലൗലി എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നും ഇനി ഒരു സിനിമ ഇങ്ങനെ എടുക്കില്ല എന്നും തീരുമാനമില്ല. അതിന് പറ്റിയത് എന്തൊക്കെയാണോ അതിനെ നമ്മൾ പാച്ച് ചെയ്ത് വേറൊരു പുതിയ സിനിമകളിലേക്ക് ഉണ്ടായാലല്ലേ പുതിയത് ഉണ്ടാവുള്ളൂ. അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സിനിമയുടെ ഒരു പരാജയം നമ്മുടെ പരാജയമായിട്ട് കൂട്ടായിരുന്നത് മതി. അത് സിനിമയാണ്, അത് പരാജയപ്പെടും, വിജയിക്കും. ഈ ലൈം ലൈറ്റ് എന്ന് പറയുന്നത് ആ സിനിമയെ ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ള ആൾ, അത് എഴുതിയ ആൾ, അത് സംവിധാനം ചെയ്ത ആൾ, അത് പ്രൊഡ്യൂസ് ചെയ്ത ആൾ, ഇവർക്ക് എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ? ആണ്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ബിസിനസ്സാണ്. ഏതൊക്കെ ആംഗിളിൽ പറഞ്ഞാലും ഇതൊരു ബേസിക്കലി ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതിനൊരു പിരമിഡ് സ്ട്രക്ചറാണുള്ളത്. ഒരു സ്റ്റാറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരമിഡിൻ്റെ മുകളിൽ നമ്മൾ ലൈറ്റ് വെക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയായിരിക്കും. ഇദ്ദേഹത്തിന് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഈ മാർക്കറ്റും ബാക്കിയെല്ലാം ഡെവലപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഇന്ന് മലയാളത്തിലുള്ള വാല്യുവേഷനുള്ളൊരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചായപ്പൊടി പല സാധനങ്ങളുടെയും പരസ്യങ്ങളിൽ അഭിനയിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് റിട്ടേൺ ടു ഹിം അല്ലേ? ആ മാർക്കറ്റ് പുള്ളി സിനിമയിൽ നിന്നുണ്ടാക്കിയ വാല്യുവേഷൻ ഒരു പിരമിഡൈസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പല രീതിയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ വാല്യുവേഷൻ വരുന്നത്. അതിൽ പുള്ളി എന്ന് പറയുന്ന ആ ഒരു ഐക്കണിലോട്ടാണ് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പം ഒരു ഫേസ് വാല്യൂ ഉള്ള ഒരാളെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് സിനിമയുടെ അടിസ്ഥാനപരമായിട്ടൊരു ബിസിനസ്. ഞാൻ പറയുന്ന സിനിമ ഇൻഡസ്ട്രി അതിൻ്റെ ഒരു എക്കണോമിക് സൈഡിൽ വെച്ച് നോക്കിയാൽ അങ്ങനെയാണ്. അതിൻ്റെ താഴത്തോട്ട് വരുന്ന ഗ്രിഡുകളിലൊക്കെ ഉള്ളൂ ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും ഒക്കെ. നമ്മളതിനെ ആക്ച്വലി ആ ഒരു പൊസിഷനിലേ കാണാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. IV ശശി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ലായിരുന്നു? നമുക്ക് മലയാള സിനിമ ഇപ്പോൾ IV ശശി സാറിനെ പോലെ ഇന്ന് മലയാളത്തിലെ ഒരു ഇത്ര കാലങ്ങളിൽ നമുക്ക് പല സിനിമകൾ എടുത്ത് വിജയിപ്പിച്ച ഡയറക്ടേഴ്സുണ്ട്, പുതിയ യങ് ഡയറക്ടേഴ്സുണ്ട്. അവരൊന്നും പേര് ഓർമ്മയില്ല. കാരണം അവർ ബ്രാൻഡ് ചെയ്യാത്ത, അവരല്ല ബ്രാൻഡ് ആവണമെങ്കിൽ ഒരു ഇത്ര ടൈം കഴിയണം. അങ്ങനൊന്നും ഞാനതിനകത്ത് ഒരു കാര്യം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 10-12 വർഷമായിട്ട് നാട്ടിൽ വന്നൊരു വ്യക്തിത്വമാണ്. ഒരു ബ്രാൻഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈം ലൈറ്റിൽ ഇപ്പം നമ്മളുടെ പ്രസൻറ്റേഷൻ, ഇപ്പം താങ്കളൊരു കഥ എഴുതുക, താങ്കൾ പിന്നെ ഇടുക്കി പോയിരിക്കുക അല്ലെങ്കിൽ മൂവാറ്റുപുഴ പോയിരിക്കുക എന്നുള്ളതാണ് താങ്കൾ ബേസിക്കലി ചെയ്യുന്നത്. പക്ഷെ ഒരു ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ അഭിലാഷ് പിള്ളൈ ഇന്നിപ്പം ഇന്ത്യ അറിയപ്പെടുന്ന, കേരളം അറിയപ്പെടുന്ന ഒരു റൈറ്ററാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെയാണ് എനിക്ക് ദിലീഷ് നായരും. എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ അവകാശമാണ്, ഐ എം ദ കൺസ്യൂമർ ഹിയർ, റൈറ്റ്? അപ്പോൾ എൻ്റെ അവകാശത്തിൽ താങ്കളെപ്പോലത്തെ മനോഹരമായ ഒരു എഴുത്തുകാരൻ, ഒരു പ്രൊഡ്യൂസർ, ഒരു ഡയറക്ടർ ലൈം ലൈറ്റിൽ ഉണ്ടായാൽ കൂടുതൽ ബിസിനസ് നടക്കും. ദിലീഷിൻ്റെ ഇതില്ലെങ്കിലും താങ്കളെ അറിയേണ്ടവൻ താങ്കളെ കാണും എന്നുള്ളതാണ് വേറെ വിഷയം. പക്ഷേ എങ്കിൽ പോലും ഒരു ലൈം ലൈറ്റ്, ഈ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ഈ പറയുന്ന. അപ്പോൾ ഈ റൈറ്റേഴ്സ് പറയാം അവർ ഇൻഹിബിഷനുള്ള ആൾക്കാരാണ്, അല്ലെ ഷൈ ടൈപ്പാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ഷൈ ടൈപ്പാണ്. മോഹൻലാൽ അല്ലേ? വിജയ് എന്ന് പറയുന്ന സിനിമാ നടൻ ഷൈ ടൈപ്പാണ്. അപ്പം അവരും ഇൻഡസ്ട്രിയിൽ സ്റ്റാർസാണ്, സൂപ്പർ സ്റ്റാർസാണ്. അപ്പോൾ ഈ റൈറ്റേഴ്സ്, ഡയറക്ടേഴ്സ്, നിങ്ങളെല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്ത് താങ്കളും ഇതൊരു റെഫറൻസായിട്ട് ഇല്ലെങ്കിൽ എടുത്തുകൊണ്ട് ബാക്കിയുള്ളവരെ പുഷ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇതിനെപ്പറ്റി ഇൻ്റർവ്യൂസ് കൊടുക്കുക, ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക, ഇതിനെപ്പറ്റി പല കാര്യങ്ങളും ഷോക്കേസ് ചെയ്യുക, പല ഫിലിം സ്കൂളുകളിലും ഒരു സെഷൻ കൊടുക്കുക. അപ്പോൾ ഇതൊന്നും അവസരം കിട്ടാഞ്ഞിട്ട് അല്ല. ഞാൻ ഫിലിം സ്കൂളുകളൊക്കെ സെഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ അത്ര ആക്റ്റീവ് അല്ലാന്ന്. അതെ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോൾ ദിലീഷ് കരുണാകരൻ, അതിന് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ ബേസ് ചെയ്തിട്ട് നമ്മളൊരു PR, നമ്മളൊരു സെൽഫ് PR ഒക്കെ ചെയ്യണം.
ഇതിനൊരു PR എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇപ്പം താങ്കൾ മനസ്സിലാക്കേണ്ട ഈ സിനിമാ നടന്മാരുടെ സ്റ്റാർ വാല്യൂ കൂട്ടുന്നതിൻ്റെ ബാക്കിൽ ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ വളരെ വലിയ റോള് കളിക്കുന്നുണ്ട്. കാരണം ഒരു ഡയലോഗ് വരെ ഇപ്പോൾ സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞ ഡയലോഗ് വരെ എഴുതുന്നത് ഈ എഴുത്തുകാരനാണ്. അല്ലാണ്ട് ഇത് ലാലേട്ടൻ കൊണ്ടുവരുന്ന സിനിമ ബേസിക്കലി ഒരു കളക്റ്റീവ് അല്ലേ, അതായത് ഇപ്പോൾ ഒരാൾ മാത്രം. എക്സാക്ട്ലി. പക്ഷേ ഇതിനകത്ത് ഇപ്പം താങ്കളെന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബോഡി ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അതെ. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എടുത്തു പറയുന്നത് ഹാർട്ടിനെയാണ്. അതെ അല്ലേ? പക്ഷേ ഇതിനകത്ത് അടിസ്ഥാനപരമായി 24/7 365 ഡേയ്സ് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പം നമ്മളുടെ ഇമ്പോർട്ടൻസ് ബേസ് ചെയ്തിട്ട് നമ്മളെവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് അത്രേ ഉള്ളൂ. അല്ലേ? നടന്മാരെ ഫോക്കസ് ചെയ്ത് പോകുന്ന ഈ സിനിമ ഇൻഡസ്ട്രി ടോട്ടലി അതിനെ ഷോക്കേസ് ചെയ്യണം എന്നുള്ളതാണ് എന്നെ പോലത്തെ ഒരു വ്യക്തിത്വം. അങ്ങനെയാണ് വരേണ്ടത്. ഇപ്പം നമ്മൾ ഫ്രം ഹോളിവുഡ് നോക്കിയാലും നമുക്ക് പല സിനിമകളുടെയും ഇപ്പം എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള ചില ഡയറക്ടേഴ്സിന് മാത്രമേ നമുക്ക് അങ്ങനെ ഓർമ്മയുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത്ര ഒരു കോമൺലി ആൾക്കാർക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് പോയി, അതിനകത്ത് ഞാൻ അഭിനയിക്കാൻ പോയതാണ്. അപ്പോൾ ഒരു അമ്മച്ചിയില വന്നു. അപ്പോൾ ഞാനതിൻ്റെ പ്രൊഡ്യൂസറിൽ ഒരാളും കൊണ്ട് അവിടെ പുറത്ത് വന്ന് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്ന് ചോദിച്ചു, ഏതാ മോനെ, സീരിയലാണോ എന്ന് ചോദിച്ചു. അല്ല, സിനിമയാണെന്ന് പറഞ്ഞു. ഓ, സിനിമയാണല്ലേ, ആരാണ് സംവിധായകൻ, സത്യനന്ദിക്കാടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു എന്താ പറയുക, ഒരു ഹാർട്ട് മെമ്മറികളിൽ അല്ലെങ്കിൽ ഹാർട്ട് വെയിനുകളിൽ എന്തായിരിക്കും ഉണ്ടാവുക, അവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിലുള്ള ഡയറക്ടേഴ്സൊന്നും അവരങ്ങനെ അത്രയും ഫെമിലിയർ അല്ല. അത് അന്നുണ്ടായിരുന്ന ഡയറക്ടേഴ്സിനെ പോലെ, ഇപ്പോൾ മോഹൻലാലിനെ മമ്മൂട്ടിയെ പോലെ രണ്ടുപേരെ പോലെ ഈ 25-30 വർഷമൊന്നും ഇനി ആരും ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയധികം ഇൻ്റർനെറ്റും മറ്റു കാര്യങ്ങളും വന്നു പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ സോൾട്ട് ആൻഡ് പെപ്പർ പോലെയുള്ള സിനിമകൾക്കൊക്കെ ശേഷം ആ ഒരു കാലഘട്ടമായിരുന്നു ഒരു ഡിജിറ്റൽ വിപ്ലവം നടന്നു. അതായത് നമ്മുടെ ഈ സിനിമ ക്യാമറകൾ മാറി, മറ്റത് ഫിലിമിലായിരുന്നു. അപ്പോൾ ഫിലിം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിന് 12,000 രൂപ വെച്ച് സംതിങ് വില ഒരു 4 അടി സിനിമ ഫുട്ടേജിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര എന്താണ് പറയുക, കണ്ടീഷനിൽ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത്ര റിഹേഴ്സൽ ചെയ്യും. ഓൾറെഡി ഉള്ള ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ. പുതിയൊരാളെ പരീക്ഷിക്കാൻ പറ്റില്ല, പുതിയ ഡയറക്ടറിന് പടം എടുക്കാൻ പറ്റില്ല, കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് അല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. ഈ റെവല്യൂഷനോടുകൂടി, ഈ എന്താ പറയുന്നത്, ഡിജിറ്റൽ റെവല്യൂഷനോടുകൂടി ആർക്കും സിനിമ എടുക്കാവുന്ന ഒരു അവസ്ഥ എത്തി. ഇപ്പോൾ നമുക്ക് ഈവൻ ഒരു ഐഫോണിൽ ഒരു ഫിലിം എടുക്കാം, ഒരു SLR ക്യാമറയിൽ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ മീഡിയം നമുക്ക് പ്രോബ്ലം ഇല്ലാണ്ടായി. നമുക്കിതിനെ ഏത് രീതിയിലോട്ടും കൊടുക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ വന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനകത്തേക്ക് വരാൻ തുടങ്ങി. മറ്റത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇതിനകത്തേക്ക് വരാനുള്ള എൻട്രി കുറവായിരുന്നു. അല്ലെങ്കിൽ ഒരു ഫിലിം സ്കൂളിൽ പോകുന്ന ഒരാളുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കുറേ കാലം നിൽക്കണം. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പുതിയ ആളുകളൊക്കെ ഒരു ഫിലിം സ്കൂളിലും പോകാതെ സ്ട്രേറ്റ് വന്ന് എത്രയോ മനോഹരമായിട്ട് സിനിമകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആ സ്റ്റാർഡം നിലനിർത്തുക എന്ന് പറയുന്നതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്കൊരു ഹിറ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ, പക്ഷേ ആ ഹിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ എല്ലാ സിനിമകളും ഹിറ്റായിരിക്കണം. ആളുകൾ എപ്പോഴും നോക്കുന്നത് നമ്മുടെ കഴിഞ്ഞ സിനിമ ഏതാണെന്നുള്ളത്, അല്ലാണ്ട് നമ്മൾ ഇതിന് മുമ്പ് ആദ്യം സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്തിട്ടുണ്ടോ എന്നവർ ചിന്തിക്കില്ല. അത് അവരുടെ പ്രശ്നമില്ല, അവർ ആ ബ്രെയിൻ അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കണം. അത് നമ്മളിതൊരു ബ്രെഡായിട്ട് നമ്മൾ ആലോചിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളേതായ ഒരു ആർട്ട് എന്നുള്ള രീതി മാത്രമേ ഇതിനെ കണ്ടാൽ മതി. നമ്മളൊരു വൺസ് ഇൻ എ വൈൽ ഒരു സിനിമ, എനിക്ക് ഏറ്റവും നല്ല കഥകൾ കിട്ടുമ്പോൾ മാത്രം ഞാനൊരു സിനിമ ചെയ്യാം. അതല്ല, ഇത് എൻ്റെ ഒരു എന്താ പറയുക, ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം കൂടെ ആവുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് സിനിമകൾ കൂട്ടേണ്ടി വരും. അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് മേഖലകളിലോട്ട് നമ്മൾ പോകേണ്ടി വരും. ഇതിനൊരു ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് നമ്മൾ ആ ഒരു റൈറ്റർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളതിനെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം നമ്മളൊരു സെഗ്മെൻറ്റിൽ നിന്ന് മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് പോയി അവിടെ വിജയിക്കുകയും വേണം. മാത്രമല്ല അതേ കോമ്പറ്റീഷനെ നമ്മൾ ഫേസ് ചെയ്യുകയും വേണം. അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്രയധികം ഓപ്പർച്യൂണിറ്റി കുറവുള്ളൊരു കാര്യമാണ് സിനിമ. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 250 സിനിമകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ എണ്ണമൊക്കെ കുറച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിനും ഇതേ പ്രൊഡ്യൂസേഴ്സിനും ഇതേ ക്യാമറയ്ക്കും വേണ്ടി ആയിരക്കണക്കിന് ഡയറക്ടേഴ്സും ആയിരക്കണക്കിന് റൈറ്റേഴ്സും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളല്ല, ഈ ക്രിയേറ്റീവ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരെല്ലാവരും തന്നെ അതിനെയാണ് ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ റണ്ണിൽ
ഒന്നാമതെത്തിയില്ലെങ്കിലും ഒരു അഞ്ചാമതോ ആറാമതോ എങ്കിലും എത്തണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതൊരു റിസ്ക് പിടിച്ചൊരു ബിസിനസ്സായിട്ട് തോന്നും. അപ്പോൾ അതിനെ നമ്മൾ മീറ്റ് ചെയ്യണമെങ്കിൽ ഒരു വർഷത്തിലൊരു സിനിമ തന്നെ എഴുതി ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ടാസ്ക്കുള്ള ജോലിയാണ്. കാരണം ഇത് ഇത്രയും പൈസ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അപ്പം ആലോചിച്ചും ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ഒരു സിനിമ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ. അതിന് ഞാൻ പറഞ്ഞത് അതിൻ്റെ 3 ഡയമെൻഷനിൽ നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു സിനിമയുടെ ക്രിയേറ്റിവിറ്റി മാത്രമല്ല, ആ സിനിമ കോർഡിനേറ്റ് ചെയ്യണം, അതിനെ ഓർഗനൈസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടൊരു ഡയറക്ടറെ കൊണ്ടുവരണം, ഒരു നടനെ കൊണ്ടുവരണം, ഒരു പ്രൊഡ്യൂസറിനെ കൊണ്ടുവരണം. ഇതൊരു ഈസി ടാസ്ക് അല്ല. അപ്പോൾ ചിലപ്പോൾ ഒന്നും ശരിയാവില്ലെങ്കിൽ ഒരാൾ ചിലപ്പോൾ മാറിപ്പോകുന്നു വരും. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു ക്ലച്ചിൽ വന്നാൽ മാത്രമേ ഒരു സിനിമ സംഭവിക്കുള്ളൂ. അപ്പം നമുക്ക് ഒരു സിനിമ ഇങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പറ്റുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ IV ശശി സാർക്ക് 4 സിനിമകൾ ഒരു അറ്റ് എ ടൈം ചെയ്തിരുന്നു പറഞ്ഞു. അറ്റ് എ ടൈം ഒരു സിനിമയുടെ ഡിസ്കഷൻ നടക്കും, ഒരെണ്ണം ഷൂട്ട് നടക്കും, ഒരെണ്ണം പോസ്റ്റ് നടക്കും, അങ്ങനെ പലതും ചെയ്തിരുന്നു. അന്ന് എന്തായിരുന്നു വെച്ചാൽ ഡയറക്ടേഴ്സിൻ്റെ എണ്ണം കുറവായിരുന്നു, നടന്മാരുടെ എണ്ണം കുറവാണ്, ഡയറക്ടേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം എണ്ണം കൂടുതൽ വരും. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അങ്ങനെ പറയുന്നില്ല. നമുക്ക് സിനിമയുടെ ഏത് മേഖലകളിലേക്ക് നമുക്ക് മാറി ചിന്തിക്കാം. ഇപ്പോൾ ഒരു ഡയറക്ടർ ആവണമെങ്കിൽ ഡയറക്ടർ ആവാം, തിരിച്ചൊരു ക്യാമറമാൻ ആവണമെങ്കിൽ ക്യാമറമാൻ ആവാം. അതിന് നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു വിപ്ലവാത്മകമായ ഒരു ചേഞ്ച് നമ്മുടെ സിനിമയിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻറ്റൻഷനലി ആണോ ഈ ജോണേഴ്സ് മാറ്റി സിനിമ ചെയ്യുന്നത്? പലപ്പോഴും അങ്ങനെയല്ല. നല്ല കഥകൾ ചിലപ്പോൾ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന കഥകൾ നമ്മളെടുത്ത് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം അല്ലാതെ നമുക്കിപ്പോൾ ശരി ഇന്നൊരു പോലീസ് സ്റ്റോറി ചെയ്തേക്കാം എന്ന് വിചാരിച്ചൊരു പോലീസ് സ്റ്റോറിയോ എന്നാൽ ഒരു മിലിറ്ററി സ്റ്റോറി ചെയ്തേക്കാമെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു ജോണർ എന്ന് പറയും. ഇത് ഇങ്ങനെ ചെയ്യുന്നിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു കോർട്ട് റൂം ഡ്രാമ ചെയ്തേക്കാം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു വേർഡേ ഉള്ളൂ. പക്ഷേ അതിന് പറ്റിയൊരു കഥ ഉണ്ടാവണമെന്നില്ല. നമ്മളെ സ്ട്രൈക്ക് ചെയ്യണമല്ലോ. നമ്മളെ എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്താലാണ് അത് ഡെവലപ്പ് ചെയ്താൽ മറ്റൊരാൾക്ക് സ്ട്രൈക്ക് ആവത്തുള്ളൂ. മനസ്സിലായി. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നല്ല സ്ട്രൈക്കിംഗ് ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ അതിങ്ങനെ ഒന്നുമില്ലേ ആരെങ്കിലും വന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടായി വരും. ഇപ്പോൾ ഇന്ന് ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ കഥാദാരിദ്ര്യം അനുഭവപ്പെടുന്നു, സ്ക്രിപ്റ്റ് ദാരിദ്ര്യം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത് സത്യമാണോ? സ്ക്രിപ്റ്റ് ദാരിദ്ര്യവും കഥാദാരിദ്ര്യവും അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത് ആളുകൾ എപ്പോഴും ഈ സേയിങ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു തിരക്കഥകൾ ഒരു ഷെൽഫിൽ അടുക്കി വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര പേര് വന്ന് വാങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും വാങ്ങില്ല. കാരണം അത് സെല്ല് ചെയ്യാന്ന് പറയുന്നതും ഒരു എന്താ പറയുന്നത് ഒരു ടെക്നിക്കാണ്. ഇത് ആർക്ക് വേണമെന്നുള്ളതാണല്ലോ ആദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, XY ഒരു നടൻ, അദ്ദേഹത്തിന് ഒരു പോലീസ് സ്റ്റോറി ആയിരിക്കണം ഇപ്പം അത് ചെയ്താൽ നന്നാവുമെന്ന് പുള്ളിക്ക് തോന്നുമ്പോൾ അത് നമുക്കറിയുകയും നമ്മുടെ കയ്യിലൊരു പോലീസ് സ്റ്റോറി ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി പറയാം എന്നാൽ നാളെ ചെയ്തേക്കാമെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം എഴുതി ഉണ്ടായി വരണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ടൈമിങ്ങിൽ വരിക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിത് സ്ഥിരമായി പല കഥകളും പലരോട് പറയും, പല ആർട്ടിസ്റ്റിനോട് പറയും. ചിലപ്പോൾ അവർക്ക് വർക്കായില്ല എന്ന് പറയും, അപ്പോൾ വേറൊരു കഥ പറയും. അപ്പോൾ ഇതിലേതെങ്കിലും എവിടെയാണോ വർക്കാവുന്നത് അതായിരിക്കും നമുക്ക് എടുക്കേണ്ടി വരിക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു നോൺ ആർട്ടിസ്റ്റ് സിനിമകൾ ചെയ്യാൻ തയ്യാറാവണം. അതായത് ഒരു സ്റ്റാർസ് ഒന്നും ഇല്ലാത്ത സിനിമകൾ ചെയ്യണം. സ്റ്റാർ ഇല്ലാത്ത സിനിമകൾ എന്ന് പറഞ്ഞാൽ അതിന് എപ്പോഴും ഒരു ബിസിനസ് പ്രോബ്ലംസ് വരും. ഇപ്പോൾ ഇൻഹരിയൻ നഗർ അന്ന് വലിയൊരു സ്റ്റാർ വാല്യൂ ഇല്ല, കഥയ്ക്കാണ് പ്രാധാന്യം. അതേപോലെ ഈ ഒരുപാട് സിനിമകൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നാണ് അവർ സ്റ്റാർ ആവുന്നത്, പിന്നാണ് ഈ സ്റ്റാറിൻ്റെ പിറകെ ഓടുന്നത്. ഇപ്പോൾ കൊക്കരക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. അന്നും സ്റ്റാർ വാല്യൂ ഭയങ്കര പീക്ക് സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാരെ വെച്ചല്ല എടുത്ത്. ഈ മാനത്തെ കൊട്ടാരം അതിനകത്ത് സുരേഷ് ഗോപി ഒരു ഗസ്റ്റ് റോളായിരുന്നു. അതിനകത്താണ് ദിലീപേട്ടൻ്റെ ഒരു ബ്രേക്ക്. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ ജനങ്ങൾക്ക് ഇന്ന് ഈ പറയുന്ന ലോക വലിയൊരു സ്റ്റാർ വാല്യൂ ഉള്ള സിനിമയല്ല. കല്യാണി പ്രിയദർശൻ അതിന് മുമ്പ് ഒരു വലിയ സ്റ്റാർ വാല്യൂ ഉള്ളൊരു ഭയങ്കര, ഞാൻ പറയുന്നത് ഈ ബോക്സ് ഓഫീസ് ഫെമിലിയർ ഫേസ് ആണ്. അപ്പം ഒരു തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ, റൈറ്റർ എന്ന രീതിയിൽ നമ്മളെ ഷെൽഫിൽ തിരക്കഥ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ലോഹിതദാസ് സാറിനെയൊക്കെ പോലെ നമ്മളെ ഷെൽഫിൽ തിരക്കഥ ഉണ്ടോ എന്ന് ഈ പറയുന്ന താരങ്ങളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നിടത്തല്ലേ നമ്മളെ വിജയിക്കുന്നത്. 2-3 രീതിയിലായിരിക്കും. ഇപ്പോൾ ചിലപ്പം ഒരു താരം ഇത് അന്വേഷിച്ച് വരണമെന്നില്ല. കാരണം അവർ ആക്ച്വലി വേറൊരു രീതിയിലായിരിക്കും അവരുടെ എൻഗേജ്മെൻറ്റ്. ഒരുപാട് പേര് അവരെ തപ്പി വരുന്നുണ്ടാവും. നമുക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു സിനിമ ചെയ്യാൻ ഒരു ഡയറക്ടറായിരിക്കും ചിലപ്പോൾ നമ്മളെ അന്വേഷിച്ച് വരുന്നത്. ഒരു കഥയുണ്ടോ എന്ന് ചോദിച്ചു വരുന്നത്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ചോദിക്കുക. അപ്പോൾ ഇതാണ് സാധാരണ അതിൻ്റെ അകത്തുള്ളൊരു വേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഡയറക്ടറെ സമീപിക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ സമീപിക്കണം. ഈ എഴുത്തുകാരന്മാരുടെ നിന്ന് ഈ തിരക്കഥ വാങ്ങിച്ചിട്ട്
ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് വന്നതിന് ശേഷം ഒരു സ്റ്റാർ വാല്യൂ വന്നതിന് ശേഷം തിരക്കഥകൾ തിരുത്താറുണ്ടെന്നൊക്കെ പറയാനുണ്ട്. അതിനെയൊക്കെ ഒരു റൈറ്റർ എന്ന രീതിയിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എൻ്റെ സിനിമകൾ അങ്ങനെ അധികം സംഭവിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ അവർ പറയുന്നത് ശരിയായിരിക്കാം. അപ്പുറം നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ അത് അവർക്ക് അനുയോജ്യമായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ അത് ചെയ്തു വെച്ചിട്ടുണ്ടാവും. എന്നാലും താങ്കളുടെ ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കുമല്ലോ സിനിമ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ ഒത്തിരി അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ആരും നമ്മളോട് അങ്ങനെ അത് മാറ്റി ചെയ്യുമെന്നൊന്നും ചോദിച്ചിട്ടില്ല. ഒരുപക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ചിലപ്പോൾ അത് കൺവിൻസിങ് ആയിരിക്കുന്നുണ്ട്, വർക്കാവും. ചിലവർക്ക് അല്ലാതെ വരുന്നതുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവും. തിരക്കഥ എഴുതി ഷെൽഫിലടുക്കി വെക്കാറുണ്ടോ? ഇല്ല. തിരക്കഥ എഴുതുന്നത് തന്നെ വളരെ കുറവാണ്. ഡിമാൻഡിങ് ആയിട്ടുള്ള ദൈവം അനുഗ്രഹിച്ച് സോൾട്ട് ആൻഡ് പെപ്പർ തൊട്ട് ലവ്ലി ഫുൾ സ്റ്റോപ്പ് ഇട്ട് മാറ്റി വയ്ക്കുക. ഇറ്റ് ഹാസ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. ബട്ട് എന്നാൽ പോലും റൈഫിൾ ക്ലബ്ബ്, കാപ്പ, ടമാർ പടാർ, ഇതെല്ലാം ഒരു റെവല്യൂഷണറി മൂവീസും കൂടാണ്. കാരണം അന്ന് വരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത സാധനങ്ങളാണ് തടിയ. ഇതെല്ലാമാണ് താങ്കൾ ചെയ്തിരിക്കുന്ന പടങ്ങൾ. അപ്പം സ്വാഭാവികമായും താങ്കളുടെ ഒരു ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് താങ്കളുടെ ബ്രെയിൻ 24/7 ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ താങ്കൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ജോണേഴ്സ് എന്തൊക്കെയായിരിക്കും? ഇപ്പം നമ്മളിപ്പോൾ ഈ ലോക സിനിമയിൽ കാണുന്ന എല്ലാ ടൈപ്പ് സിനിമകളും നമുക്ക് ഇവിടെ അത്ര സ്വീകാര്യമാവണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഇപ്പം നമുക്കൊരു സൈഫൈ സിനിമ ചെയ്യണമെന്ന് വിചാരിക്കുക. സൈഫൈ ചെയ്ത സിനിമ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു സിസ്റ്റം ചിലപ്പോൾ നമുക്കിവിടെ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ സൈഫൈ ചെയ്ത സിനിമ ഒരെണ്ണം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എപ്പോഴെങ്കിലും റീസെൻ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും ഇതാണൊക്കെ സൈഫൈ ഫിലിം. എനിക്ക് ഈ ഹെറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിൻ്റെയൊക്കെ ഒരുപാട് റെഫറൻസുകൾ ഞാൻ പല സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അതിൻ്റെ ഇൻസ്പിറേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനിപ്പം റീസെൻ്റ്ലി വായിച്ചത് ഒരു 7 പാട്ടുകൾ കമ്പോസ് ചെയ്ത് വെച്ചിരുന്നു ഇളയരാജ. എന്നിട്ട് പറഞ്ഞു ഈ 7 പാട്ട് ഒരു സിനിമയ്ക്കേ കൊടുക്കും. 7 പാട്ടും ഒരു സിനിമയ്ക്ക് കൊടുക്കും. സിനിമയുടെ കഥയുമായിട്ട് വരാൻ പറഞ്ഞു. അത് വല്ലാത്ത ചാലഞ്ചാണ്. അങ്ങനെ വന്നു. അന്ന് വിജയകാന്തിനെ വെച്ച ആ സിനിമ ചെയ്ത 7 പാട്ടുകൾ ഹിറ്റാവുമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ആ കോൺഫിഡൻസ് റേഷ്യോ ഒന്ന് ആലോചിക്കാം. അപ്പം അങ്ങനെയുള്ള ലെജൻസ് ജീവിച്ചിരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ വന്ന് ജനിച്ചിരിക്കുന്നത്. അതെ. ഇപ്പം നമ്മളൊരു ഫുൾ സിനിമ കൺസീവ് ചെയ്ത് വെച്ചതുകൊണ്ട് ഒരു സിനിമ പ്രോജക്റ്റ് ആവണം നിർബന്ധമില്ല. അത് ഇതിൻ്റെ ഒരു എന്താണ് പറയുന്നത്, സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. ഒരു തിരക്കഥാകൃത്തിന് സ്വന്തമായി ഇതെടുക്കാൻ പറ്റും. ഒന്നാമത് ഇവിടുത്തെ സിസ്റ്റം വേറൊരു രീതിയിലാണ്. ഹോളിവുഡിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രൊഡക്ഷൻ ഹൗസിൽ നമ്മുടെ ബൈൻഡഡ് സ്ക്രിപ്റ്റ് കൊടുക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി ഉള്ള എസ്റ്റാബ്ലിഷ്ഡ് ഒരു റൈറ്ററാണ്. അയാളിരുന്ന് ഒരു 70% വരുന്ന സ്ക്രിപ്റ്റ് ആയിരിക്കുള്ളൂ കൊടുക്കണം. എന്ന് വെച്ചാൽ അതിനകത്ത് മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ എന്തായാലും അത് ആവില്ല. എന്നാലും ആ ഐഡിയ എന്താണെന്നും അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ മൊഡ്യൂൾ നമുക്ക് ഒരു ഹോളിവുഡിൽ കൊടുക്കാനുള്ളൊരു സ്ഥലമുണ്ട്. എന്നാൽ അത് അവർ ഷോക്കേസിൽ വെക്കുകയും അവർ പല ഡയറക്ടേഴ്സിന് ഇത് കാണിക്കും. അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തുകയും അങ്ങനെയാണ് ഒരു പ്രോജക്റ്റ്. പ്രൊഫഷണൽസ് ഉണ്ട് അവിടെ ഒരു പ്രൊഫഷണൽസ് ഉണ്ട്. ഇവിടെ അത് നേരെ തിരിച്ചാണ്. എന്നാൽ ഇവിടെ തന്നെയുള്ള ഹിന്ദിയിലെ ഇൻഡസ്ട്രിയിൽ നേരെ തിരിച്ചാണ്. അവിടെ ഒരു റൈറ്റർ നടനും കൂടെയാണ് ഡയറക്ടറെ തീരുമാനിക്കുക. അവിടുത്തെ സിസ്റ്റം വേറെയാണ്. എന്നാൽ ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. അത് വേറൊരു സിസ്റ്റമാണ്. അപ്പോൾ ഈ ഓരോ ഇൻഡസ്ട്രിക്കും, അതായത് നമ്മൾ ഈ ഹോളിവുഡ്, ബോളിവുഡ്, മോളിവുഡ് എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ഇൻഡസ്ട്രിയിലും ഓരോ രീതിയിലാണ് ഇത് നടക്കുന്നത്. മനസ്സിലായി. അതിൻ്റെ പവർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനും അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റവും പലരും പല രീതിയിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിസ്റ്റമാണ് നടക്കുന്നത്. ഫൈനലി നമുക്കൊരു ആർട്ടിസ്റ്റിൽ എത്തുകയും വേണം. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഈ സിസ്റ്റത്തിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് പലപ്പോഴും. താങ്കളിപ്പോൾ എഴുതിയ തിരക്കഥകൾ എല്ലാം സിനിമയായിട്ടുണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നത് നമ്മളൊരു അവർ വൈസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 മണിക്കൂറിൻ്റെ തിരക്കഥകൾ കാണും. പക്ഷെ അത് ഓരോ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഇത് വന്നെടുക്കുന്ന ഓരോരുത്തരുടെ ഡിമാൻഡ് പോലെ ഇരിക്കും. നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് നിൽക്കണമെങ്കിൽ അത് സംഭവിച്ചിരിക്കും. മനസ്സിലായി. താങ്കൾ ഏതെങ്കിലും നടൻ്റെ അടുത്തോ നടിയുടെ അടുത്തോ സ്ക്രിപ്റ്റ് പറഞ്ഞിട്ട് അവർ ഇത് പറ്റത്തില്ല എന്ന് പിന്നെ ഉറപ്പായിട്ടും ആ ഒരു റിഗ്രറ്റ് പിന്നെ അവർക്കുണ്ടാവുന്ന രീതിയിൽ അങ്ങനെ അത് നമ്മളൊരു പ്രൊഫഷണൽ സമീപനത്തിൽ നമ്മൾ അതിനെ അങ്ങനെ കാണരുതെന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ കാണാറുള്ളൂ. കാരണം ഇപ്പം എന്നോട് വന്നിട്ട് ഇത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ ചെയ്യുമെന്ന് പറയാൻ ചെയ്യില്ല എന്ന് പറയാം. അതാ എൻ്റെ അവകാശമാണ്. അതേപോലെ തന്നെ ഓരോ നടനും സ്നേഹബന്ധങ്ങൾ അതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവാറില്ല. നമുക്ക് വീണ്ടും അവരുടെ അടുത്ത് വീണ്ടും അടുത്ത കഥയുമായിട്ട് ചെല്ലാം. അപ്പോൾ ഈ ഒരു സ്നേഹബന്ധം വെച്ചിട്ട് താങ്കൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ചെന്ന് ഇത് വർക്കാവും എന്ന് പറഞ്ഞ് താങ്കളുടെ മുഖത്ത് നോക്കി ഇത് വർക്കാവില്ല എന്ന് പറയുമ്പോൾ
ഒരു പ്രയാസം ഫീൽ ചെയ്യാറ്? ഇത് ഒരിക്കലുമില്ല, അങ്ങനെ ഒരു പ്രയാസം. എക്സ്ട്രീം പ്രൊഫഷണലിസമാണ്. എക്സ്ട്രീം പ്രൊഫഷണലിസം അത് നമ്മൾ എന്തിനാണ് അങ്ങനെ ചിന്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ ഈ കൂട്ടുകെട്ട് ശ്യാം പുഷ്കരൻ, ആഷിക് കപൂർ ഒക്കെ കൂട്ടുകെട്ടുണ്ടല്ലോ, ഈ സൗഹൃദങ്ങൾ ഈ സിനിമയെ എങ്ങനെയൊക്കെയാണ് താങ്കളെ സഹായിക്കുന്നത്? സിനിമയിൽ ആക്ച്വലി എന്ന് വെച്ചാൽ ഇപ്പം സൗഹൃദങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ 1ാം ക്ലാസ് മുതൽ പഠിച്ചിരുന്ന ഒരു സുഹൃത്ത് നമ്മൾ ഇപ്പോൾ സൗഹൃദത്തിലുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവാം. സിനിമ ഒരു വളരെ ചെറിയ കാലഘട്ടത്തിലേക്ക് സംഭവിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ആ സമയത്ത് നല്ല ഹെൽത്തി സൗകര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് അവരൊക്കെ അവരവരുടേതായ പരിപാടികളിലേക്ക് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സൗഹൃദത്തിലൊരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഒരു സ്ഥിരമായ ഒരു സൗഹൃദം ആർക്കും ഉണ്ടാവണമെന്നില്ല. ഇല്ല, അത് അപ്പോൾ ഉണ്ടാവുന്ന ആരാണോ അവരുമായിട്ടായിരിക്കും. പ്രൊഫഷണൽ സൗഹൃദമാണ് അപ്പം സിനിമയ്ക്ക് ഉള്ളിൽ. അതിൻ്റെ അകത്ത് ചില സൗഹൃദങ്ങൾ കിട്ടും, ചിലപ്പോൾ ലൈഫ് ലോങ് ആയിട്ടുള്ള സൗഹൃദങ്ങളുണ്ടാവും, ചിലപ്പോൾ കുറേ കാലഘട്ടത്തിലേക്കുള്ള ഉണ്ടാവും. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വേറെ പ്രശ്നമുള്ളത് ഈ ഒരു പ്രൊഫഷണലിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഇതിനകത്തുള്ള ഒരു സാമ്പത്തിക ബെനിഫിറ്റ്, കാരണം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൊണ്ടുപോകുന്ന സ്റ്റാർസ് ആണല്ലോ. തീർച്ചയായിട്ടും എന്ന രീതിയിൽ സാലറി വരികയാണോ അതോ ഒരു നല്ല ഷെയർ കിട്ടുമോ? സാലറി ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് മുമ്പ് ഒരു എഗ്രിമെൻറ്റ്സിലൊക്കെ അങ്ങനെ വല്ലതും ഒക്കെ ചെയ്യേണ്ടി വരും. അതെ. അപ്പം ഈ പറയുന്ന ഡെയിലി റുട്ടീനും കാര്യങ്ങളും ഒരു സിനിമ കഴിയുമ്പോഴത്തേക്ക് അടുത്ത സിനിമയിലേക്ക് എത്തണമെന്നുള്ളതൊരു ഭാരിച്ച ഉത്തരവാദിത്വമല്ലേ? ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ അതിന് ഉള്ളിൽ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ നമ്മൾ വേറൊരു സെഗ്മെൻറ്റ് തന്നെ വെക്കേണ്ടി വരും. സഫറിങ് ഉണ്ടാവും എപ്പോഴും. അല്ല, അതിനകത്തേക്ക് നമ്മളിപ്പോൾ ഒരു സിനിമയിൽ നിന്ന് ഒരു സിനിമ മാത്രമാണ് വരുമാനമെങ്കിൽ തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടോ? വേറെ എനിക്ക് ഇപ്പോൾ ചില പരസ്യങ്ങൾ പരിപാടികൾ അങ്ങനെയുള്ള പരിപാടികൾ എങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും അങ്ങനെ പോവും. അപ്പോൾ നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോവാം. ഷുവർ. ഓക്കെ, ടേക്ക് എ ബ്രേക്ക്. ഇത് ഷൈൻ വിത്ത് നാളെ. അപ്പോൾ റാപ്പിഡ് ഫയർ റെഡി അല്ലേ? റെഡി. ഫേവറേറ്റ് കേരള ഡിഷ്? ദോശ. ഫേവറേറ്റ് റൈറ്റർ? ശ്യാം ബെനഗൽ. വൺ ഫിലിം ദാറ്റ് ഇൻസ്പയർഡ് യു? പെർഫ്യൂം. ടീ ഓർ കോഫി? കോഫി. A dream project you still want to make? A sci-fi movie. So that is nice. അതൊരു റാപ്പിഡ് ഫയർ സെഷൻ ആയിരുന്നു. സിമ്പിളാണ്. അഭിനയ കഴിവുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിനിമകളിൽ കാണിക്കുന്നുണ്ടല്ലോ, അതെന്തോ സംഭവം? വേറെ ആർക്കും ചാൻസ് കൊടുക്കത്തില്ലേ? പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ പോയി അഭിനയിക്കുന്നേ ഉള്ളൂ. ആണല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് സിനിമകളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒരു നടനും കൂടാണ്. അതെ. അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് ഡയറക്ടറായി, പ്രൊഡ്യൂസറായി, റൈറ്ററായി, ആക്ടറായി, അല്ലേ? മിക്കവാറും ബാലേന്ദ്രൻ എല്ലാം നമ്മളെല്ലാ അടപ്പുകളും തുറന്നു. ഈ അഭിനയിക്കുമ്പോൾ എങ്ങനെ ഉണ്ട്? നമ്മൾ എഴുതി വെച്ചിട്ട് ഓരോരുത്തരെ വന്നിട്ട് ആക്ഷനൊക്കെ പറഞ്ഞ് അവനെ ഈ ഡയലോഗൊക്കെ പറയിപ്പിക്കും. താങ്കൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും? ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ എനിക്ക് ഇച്ചിരി പ്രശ്നമായിരുന്നു. ഇപ്പം വലിയ കുഴപ്പമില്ല. അതെ, ശീലമായി. പുതിയ ആൾക്കാർക്ക് താങ്കൾ ചാൻസ് കൊടുക്കാറുണ്ട്? ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ക്യാരക്ടറിനെ മനസ്സിൽ വെച്ചിട്ട്. ഇപ്പോൾ കൂടുതലും വരുന്നത് എന്ന് വെച്ചാൽ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫിൽട്ടർ ചെയ്ത് കിട്ടും. അപ്പോൾ ഓരോരുത്തരൊക്കെ മെസ്സേജ് അയക്കുമല്ലോ, ഇങ്ങനെ എനിക്കൊരു അവസരം തരണം, അങ്ങനെ പലരും അയക്കാറുണ്ട്. ഞാനെപ്പോഴും എല്ലാവരോടും പറയുന്നത് തീർച്ചയായിട്ടും ആൾക്കാരുടെ അവസരം ചോദിക്കണം. കാരണം അല്ലേ അവർ മറന്നു പോകും. പ്രത്യേകിച്ച് ഒരു സിനിമ നടക്കുന്ന സമയത്തൊക്കെ ചോദിക്കണം. ഏതെങ്കിലും ഒരു കാലത്ത് ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ഓർത്തിരിക്കണമെന്നില്ല. അവരും പല പ്രതിസന്ധികളിലൂടെ പോയിക്കൊണ്ടിരിക്കും. അവസരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെ, അതായത് സ്റ്റാർഡമിനുള്ളവർ ഉൾപ്പെടെ തെറ്റുമില്ല ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ മറന്നു പോകുന്നുള്ള ഉറപ്പാണ്. ആണല്ലേ? എന്നാലും ഈ പറയുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ വന്നു, പ്രൊഡ്യൂസറായിട്ട് വന്നു, ഡയറക്ടറായിട്ട് വന്നു, റൈറ്ററായിട്ട് വന്നു, ഏത് മേഖലയാണ് താങ്കളുടെ ഒരു ഫേവററ്റിസം പിടിച്ചത്? ഓരോന്നിനും ഓരോ മൂഡാണ്. ഒരു റൈറ്ററുടെ മൂഡല്ല ഒരു ഡയറക്ടറുടെ മൂഡായിരിക്കില്ല ഒരു പ്രൊഡ്യൂസർ. എന്നാലും ഞെട്ടിക്കുന്നത് ഫിനാൻഷ്യൽ ഞെട്ടിക്കുന്നത് വരുമ്പോൾ പ്രൊഡ്യൂസർക്കായിരിക്കും അങ്ങനെ ഞെട്ടിയ ഫലങ്ങളുണ്ട്. ലവ്ലി നന്നായിട്ടൊന്ന് ഞെട്ടി. അതെ, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ള പ്രൊഡ്യൂസേഴ്സ്. മാത്രമല്ല ഈ ഒരു റൈറ്റർ എന്ന രീതിയിൽ എപ്പോഴും നമ്മളുടെ ഒരു ക്യാരക്ടർ, ഇല്ലെ നമ്മളുടെ ഒരു നേച്ചർ, നമ്മളുടെ ഒരു ഇമോഷൻ ഈ എഴുത്തിൽ കണക്ട് ചെയ്യുമെന്ന് പറയുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? നമ്മളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്ന പല കഥകളിലും നമ്മുടെ ചില ആത്മാംശങ്ങളൊക്കെ വരും. അത് നമ്മൾ അറിയാതെ വരുന്നതാണത്. അതിപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരുടെയും ഉണ്ടാവും. ഏത് റൈറ്ററായാലും ഡയറക്ടറായാലും ഒക്കെ ഉണ്ടാവും. അത് എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സിനിമയിൽ ഒരാൾ പത്രം വായിക്കണം. നമ്മളെന്ത് പത്രമാണോ വായിക്കണം ആ പത്രമോടെ അതിൻ്റെ പേരായിരിക്കും നമ്മളവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഒരു കണക്ഷൻ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും ഭാവിയിൽ ചെയ്യാൻ ഇനി പ്രോജക്ട്സ്, അപ്കമിങ് പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഞാനിപ്പോൾ ഒരെണ്ണം എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതിന് പേരിട്ടിട്ടില്ല. സൂപ്പറായിട്ട് വരട്ടെ. ഫാമിലിയൊക്കെ
ഫാമിലി, വൈഫിൻ്റെ പേര് ശരണ്യ എന്നാണ്, വൈഫ് മകൾ അമേയ, അച്യുതൻ. അമ്മ റിട്ടയർഡ് ട്രഷറി ഓഫീസറായിരുന്നു. അമ്മ കുക്ക് ചെയ്യാറൊക്കെ ഉണ്ടോ? അമ്മയുടേതായ ഒരു രീതിയിലൊക്കെ കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് താങ്കളുടെ വൈഫ് അടിപൊളിയായിട്ട് വൈഫ് നന്നായി കുക്ക് ചെയ്യും. എനിക്കാണെങ്കിൽ ഒരു കിടിലം ഒരു ടമാർ പടാർ ബീഫ് കറിയൊക്കെ വെച്ച് തന്നത്. അതെ ഒരിക്കലും നമ്മൾ അവിടെ കണ്ടപ്പോൾ ശരിയാണ്. അതെന്നെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട്. പിന്നെ ദിലീഷ് കുക്ക് ചെയ്യാറുണ്ടോ? വല്ലപ്പോഴും. എന്താണ് കുക്ക് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന കാര്യങ്ങൾ? ഓംലെറ്റ്. അല്ല ചെറിയ കാര്യമല്ല. അല്ല പലരും വിചാരിക്കും ഓംലെറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? ബട്ടറിൽ വല്ലതാണോ ചെയ്യുന്നത്? ഇല്ല, ഞാൻ ബട്ടറിലാണല്ലോ ഒരു ഓംലെറ്റ്. ഞാൻ ഇതൊരു യൂട്യൂബിൽ കണ്ടതാണ്, സ്വന്തമായിട്ടൊന്നുമല്ല. അതായത് ഒരു വെറുതെ മുട്ട ഉപ്പും മാത്രം ഇട്ട് നന്നായി ഇത് ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ഒഴിച്ചിട്ട് അതിനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വകഞ്ഞ് മാറ്റി അതിനിങ്ങനെ ഒരു പൂ പോലെ ആക്കി ഇടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പിഞ്ച് പെപ്പർ ഇടും. അപ്പോൾ അതിന് വേറെ ഒന്നുമില്ല. അതിനൊരു എനിക്ക് പറഞ്ഞാൽ നാളികേരത്തിൻ്റെ ഈ എണ്ണയില്ലേ, അത് നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഫ്ലേവർ കൊടുക്കാം. അപ്പോൾ ബട്ടർ കൊടുത്താൽ അങ്ങനത്തെ ഒരു ഫ്ലേവർ ആവും. പടാറായിരിക്കും. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ കൊടുക്കുകയാണെങ്കിൽ അതും അടിപൊളിയാണ്. ഞാനങ്ങനെ കഴിക്കുന്ന ഒരാളാണ്. നാടൻ കോഴിമുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ചതിന് ശേഷം താങ്കൾ ഈ പറഞ്ഞ കണക്ക് പാനിലോട്ട് ഒഴിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പുൾ ഔട്ട് ചെയ്തിട്ട് പുള്ളിൻ ചെയ്തിട്ട് പിന്നെയും അതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഫ്ലഫി ആക്കും. അല്ലേ? അതാണ് ഫേവറേറ്റ് ഓംലെറ്റ്. ഒരുപാട് സന്തോഷം പോഡ്കാസ്റ്റിൽ വന്നതിൽ. താങ്ക് യു. വിളിച്ചതിൽ വളരെ സന്തോഷം. ഫ്യൂച്ചർ പ്രോജക്ട്സ് എല്ലാം നല്ല ഹിറ്റായി വരട്ടെ. ഇതൊരു പ്രൊഫസി ആയിട്ട് എടുക്കുക. ഈ പോഡ്കാസ്റ്റിൽ വന്നതിന് ശേഷമുള്ള ഡേറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ദിലീഷ് നായർ. ഞാൻ ദിലീഷ് ഏട്ടൻ എന്നാണ് വിളിക്കുന്നത്. അതെ, പിന്നെ ചെറുപ്പക്കാരനായിട്ടിരിക്കട്ടെ. ദിലീഷ് ഏട്ടൻ്റെ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. ഈ 2026-2027 will be a remarkable year in your life and we are expecting ബോക്സ് ഓഫീസ് ഹിറ്റ് ഓൾസോ. ഒരു ബോക്സ് ഓഫീസ് ഒരു വെള്ളിയാഴ്ച താങ്കളതായിരിക്കട്ടെ. അത് മാത്രമല്ല, ഒരു റൈറ്റർ എന്ന രീതിയിൽ താങ്കളെപ്പോലെ തന്നെ റൈറ്റേഴ്സ് ഒരുപാട് പേര് ലൈം ലൈറ്റിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരുപാട് നല്ല എഴുത്തുകാരെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ. കാരണം അവരുടെ തലയിലൂടെ ഓടുന്ന ഒരു കലാസൃഷ്ടി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് അഭിലാഷ് പിള്ളൈ. അപ്പോൾ പുള്ളിയുടെ സ്ക്രിപ്റ്റിങ്ങിനെ പറ്റിയും എൻ്റെ അടുത്ത് തന്നെ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി സാജിദ് ദഹിയ ഒരു വണ്ടർഫുൾ സ്ക്രിപ്റ്റാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവരെ തലയിലൂടെ ഒക്കെ ഈ പോകുമ്പോഴും ഞാൻ ചിന്തിക്കും, ദൈവം ഇവരാണ് സ്റ്റാർ, ഇവരാണ് സ്റ്റാർസിനെ ഈ ക്ലൗഡിൽ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം ആ നല്ല റൈറ്റർ എന്ന രീതിയിൽ മനോഹരമായ സിനിമകൾ വീണ്ടും വരട്ടെ. നല്ലൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സ്റ്റോറീസ് ആർ ലൈക്ക് റെസിപ്പീസ്. Some are simple, some are complex. But the best ones stay with us forever. Thank you, Dileesh Nair, for joining us on Shine with Nalan and sharing your journey, your thoughts and your stories. So all the best for your upcoming projects. Thank you. Bye-bye. This is Shine with Nalan.